നമ്മളിവിടെ പേരായിരുന്നു പറഞ്ഞത് പ്രിസർവേറ്റീവ്സ് ഓഫ് ടിമ്പർ. ASCU ട്രീറ്റ്മെന്റ്, കെമിക്കൽ, സോൾട്ട്, കോൾട്ടർ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഓഫ് ടിമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി വെക്കുകയാണ്. അടുത്ത നമ്മൾ ഇനി പറയാൻ പോകുന്ന ഡിഫക്ട്സ് ഇൻ ടിമ്പർ ആണ്. അപ്പോൾ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ പറയുന്ന ടിമ്പറിലെ ഡിഫക്ട്സ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും 1 to 2 മാർക്സ് ഈ പറയുന്ന ഡിഫക്ട്സ് ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് മെയിൻ ആയിട്ട് നമുക്ക് ഡിഫക്ട്സ് പല തരം ഉണ്ട്. അപ്പോൾ ഡിഫക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ, ഡിഫക്ട്സ് ഡ്യൂ ടു ഫംഗസ്, ഡിഫക്ട്സ് ഡ്യൂ ടു ഇൻസെക്ട്സ്, അങ്ങനെ പല കാറ്റഗറിയിൽ വരുന്ന ഡിഫക്ട്സ്. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇപ്പൊ ഒരു ഡിഫക്റ്റ് വന്നിട്ട് അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഏത് ഇതിലായിട്ട് വരുന്നത്. ഇപ്പൊ കൺവേർഷന്റെ ഭാഗമായിട്ട് വരുന്ന ഡിഫക്റ്റ് ആണെങ്കിൽ ഒരു ഫംഗൈ മൂലം വരുന്ന ഡിഫക്റ്റ് ആണോ എന്ന് ഉള്ളത് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. പിന്നെ ഒരു ഇതിന്റെ ഡെഫിനിഷൻ തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് ആണ് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ട് കാറ്റഗറിയിൽ നമ്മൾ പഠിച്ചേക്കാം. അപ്പൊ ഈ പറയുന്ന ഏത് ഒരു ഡിഫക്റ്റ് നമ്മൾ കാണുവാണെങ്കിൽ അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഡിഫക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ ആണ്. അപ്പൊ കൺവേർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പറയുന്ന ട്രീ എന്ന് പറയുന്നത് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്ത് നമ്മളന്ന് നമ്മുടെ യൂസ്ഫുൾ ടിമ്പർ, യൂസ്ഫുൾ മെറ്റീരിയൽ ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ് ആൻഡ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അവിടെ ആ ഒരു സമയത്ത് വരുന്ന ആ ഒരു ഡിഫക്ഷൻ നമ്മൾ എന്ന് പറയുന്നത് ഡിഫക്റ്റ് കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഡിഫക്റ്റ് കൺവേർഷൻ ഫസ്റ്റ് നമ്മൾ വരുന്ന ചിപ്പ് മാർക്ക് ആണ്. അപ്പൊ ചിപ്പ് മാർക്ക് എന്ന് പറയുന്നത് മാർക്സ് ഓർ സൈൻസ് പ്ലേസ്ഡ് ബൈ ദ ചിപ്സ് ഓൺ ദി ഫിനിഷ് സർഫസസ് ഓഫ് ടിമ്പർ ബൈ പ്ലെയിനിങ് മെഷീൻ. അപ്പൊ ഈ പ്ലെയിനിങ് മെഷീൻ നമ്മൾ ഈ പറയുന്ന എന്താ പറയാ ഇത് ഫിനിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ പറയുന്ന പ്ലെയിനിങ് മെഷീൻസ് അതിന്റെ മൂലം അതിന്റെ ആ ഒരു ഇറഗുലർ എന്താണ് അല്ലെങ്കിൽ ആ ഒരു യൂസേജ് മൂലം വരുന്നതിനാണ് ചിപ്പ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് മാർക്സ് ഓർ സൈൻസ് പ്ലേസ്ഡ് ബൈ ദ ചിപ്പ്. ഓക്കെ, അപ്പൊ ചെറിയ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും ചില ഫിനിഷ് സർഫസിൽ ചെറിയ മാർക്കിംഗ് അല്ലെങ്കിൽ ചെറിയ സൈൻ പോലെ അല്ലെങ്കിൽ ചെറിയ ഡിപ്രഷൻസ് ഒക്കെ ചിലപ്പോൾ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ചിപ്പ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, ഫസ്റ്റ് ചിപ്പ് മാർക്ക്. അടുത്തത് ഡയഗണൽ വെയിൻ ആണ്. ഡയഗണൽ വെയിൻ. അപ്പൊ ഡയഗണൽ വെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഡ്യൂ ടു ഇംപ്രോപ്പർ സോവിങ് ഓഫ് ദി ടിമ്പർ. ടിമ്പർ സോവ് എന്ന് പറഞ്ഞാൽ അതിനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇംപ്രോപ്പർ സോവിങ്, പ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഡിഫക്ട്സിനാണ് നമ്മൾ ഡയഗണൽ വെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഡയഗണൽ മാർക്സ് ആയിട്ട് അത് കാണപ്പെടും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു ഇതിനാണ് ഡയഗണൽ വെയിൻ എന്ന് പറയുന്നത്. അടുത്ത ടോൺ ഗ്രെയിൻ ആണ്. ടോൺ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ സ്മോൾ ഡിപ്രഷൻ ഈസ് ഫോംഡ് ഓൺ ദി ഫിനിഷ് ബൈ ഫോൾട്ടിങ് ഓഫ് എ ടൂൾ ഓർ ഫോളിംഗ് ഓഫ് എ ടൂൾ. അപ്പൊ ഒരു സ്മോൾ ഡിപ്രഷൻ, അതായത് നമ്മുടെ ആ ഒരു ഫിനിഷ്ഡ് സർഫസിൽ ചെറിയ ഡിപ്രഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ പറയുന്ന ടൂളിന്റെ ആ ഒരു എന്താണ് യൂസേജ് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും ഒരു ഇത് മൂലം വരുന്ന ഒരു ഡിഫക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് ടോൺ ഗ്രെയിൻ. അപ്പൊ അതിനകത്ത് അതിന്റെ ഒരു ഡെഫിനിഷൻ അതേപോലെ തന്നെ പഠിച്ചു വെക്കുക. സ്മോൾ ഡിപ്രഷൻസ് ഈസ് ഫോംഡ് ഓൺ ദി ഫിനിഷ് സർഫസ്, അതാണ് ടോൺ ഗ്രെയിൻ എന്ന് പറയുന്നത്. അടുത്തത് വെയിൻ ആണ്. വെയിൻ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ഒറിജിനൽ റൗണ്ടഡ് സർഫസ് ഓൺ ദി മാനുഫാക്ചർഡ് പീസ് ഓഫ് ദി ടിമ്പർ. ഓക്കെ, വെയിൻ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ദി ഒറിജിനൽ റൗണ്ടഡ് സർഫസ് ഓൺ ദി മാനുഫാക്ചർഡ് പീസ് ഓഫ് ദി ടിമ്പർ. അപ്പൊ നമ്മൾ ഈ പറയുന്ന മില്ലിൽ നിന്നൊക്കെ പോയി ഈ ടിമ്പർ സ്വാഭാവികം ചിലപ്പോൾ എന്താണ് ചില റൗണ്ടഡ് സർഫസ് അതേപോലെ അതിന്റെ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതാണ് വെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, വെയിൻ എന്ന് പറയുന്നത് ഒറിജിനൽ റൗണ്ടഡ്. അപ്പൊ എല്ലാത്തിന്റെ ഒരു കീവേഡ് വെച്ച് പഠിച്ചു വയ്ക്കുക. ഇപ്പൊ വെയിൻ ആണെങ്കിൽ അതിന്റെ ഒരു കീവേഡ് എന്ന് പറയുന്നത് ഒറിജിനൽ റൗണ്ടഡ് സർഫസ്. ഓക്കെ, അതാണ് കീവേഡ് എന്ന് പറയുന്നത്. അവിടെ ടോൺ ഗ്രെയിൻ ആണെങ്കിൽ സ്മോൾ ഡിപ്രഷൻസ്. ഓക്കെ, സ്മോൾ ഡിപ്രഷൻസ്. പിന്നെ ഡയഗണൽ വെയിൻ ആണെങ്കിൽ ഇംപ്രോപ്പർ സോയിങ് ഓഫ് ദി ടിമ്പർ. അപ്പൊ ഡയഗണൽ മാർക്സ് ഉണ്ടാവും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മാർക്സ് സൈൻ ബൈ ചിപ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ കീവേഡ്സ് ഓർത്ത് വെക്കുക. കീവേഡ്സ് വെച്ചിട്ട് ഇത് പഠിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ 4 ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് ആണ് ഉള്ളത്. ഒന്ന് ചിപ്പ് മാർക്ക്, അപ്പൊ മാർക്സ് ഓഫ് സയൻസ് പ്ലേസ് ബൈ ദ ചിപ്സ്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും. പിന്നെ ഡയഗണൽ വെയിൻ എന്ന് പറഞ്ഞാൽ ഡയഗണൽ മാർക്സ് ഉണ്ടാവുന്നു, ഇംപ്രോപ്പർ സോയിങ് ആണ് കാരണം. പിന്നെ ടോൺ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ സ്മോൾ ഡിപ്രഷൻസ് ആൻഡ് വെയിൻ എന്ന് പറയുന്ന പ്രസൻസ് ഓഫ് ഒറിജിനൽ റൗണ്ടഡ് സർഫസ് ഓൺ ദി മാനുഫാക്ചർഡ് പീസ് ഓഫ് ടിമ്പർ. അപ്പൊ അതാണ് ഇതെന്ന് പറയുന്നത്. അടുത്ത ഡിഫക്ട്സ് ഡ്യൂ ടു ഫംഗൈ ആണ്. ഓക്കെ, ഇപ്പൊ ഫംഗൈ നമുക്കറിയാം ഒരു മൈക്രോസ്കോപ്പിക് ഓർഗാനിസം ആണ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആണ്. അപ്പൊ എന്താണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്കൊരു മോയ്സ്ചർ കണ്ടന്റ്, അതായത് ഒരു ടിമ്പറിൽ ഒരു ഫംഗൈ അറ്റാക്ക് ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫംഗൈ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ഫംഗൽ അറ്റാക്ക് നമ്മുടെ ഈ ഒരു ടിമ്പറിൽ വരണമെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് ഷുഡ് ബി അബൌവ് 20%. 20% എബവ് ആയിട്ടുള്ള മോയ്സ്ചർ കണ്ടന്റ് 20% എബവ് ആയിട്ടുള്ള ടിമ്പറിൽ മാത്രമേ ഈ പറയുന്ന ഡിഫക്ട്സ് ചെയ്ത് ഫംഗൈ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഫംഗൽ അറ്റാക്ക് ഉണ്ടാവണമെങ്കിൽ അവിടെ ഉണ്ടാവുന്ന മോയ്സ്ചർ കണ്ടന്റ് ഷുഡ് ബി അബൌവ്
20%. 20% മുകളിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ഫംഗൈ ഈ പറയുന്ന ടിമ്പറിനെ അറ്റാക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമത്തെ നമ്മൾ പോയിന്റ് പഠിച്ചു വെക്കേണ്ടത്. ഇനി അടുത്തത് എന്തൊക്കെ ഡിഫക്ട്സ് ആണ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലൂ സ്റ്റെയിൻ. സോ ബേസിക്കലി സ്റ്റെയിൻ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ നമ്മുടെ കളർ പോവുക അല്ലെങ്കിൽ കളർ മാറുക, അതാണ് സ്റ്റെയിൻ ഉദ്ദേശിക്കുന്നത്. സോ ആ സ്റ്റെയിൻ എവിടെ കേട്ടാലും മേ ബി ഇറ്റ്സ് റിലേറ്റഡ് ടു കളറാണ്, ഇറ്റ്സ് റിലേറ്റഡ് ടു കളർ. ഓക്കെ, അപ്പൊ ആ ഒരു സാപ്വുഡിന്റെ ആ ഒരു കളർ മാറി സ്റ്റെയിൻഡ് ടു ബ്ലൂയിഷ് കളർ ആയിട്ട് മാറുന്നത്, അതിനാണ് ബ്ലൂ സ്റ്റെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്താണ് വേറെ കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല. എന്താണ് ബ്ലൂ സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ബ്ലൂയിഷ് കളർ ആയിട്ട് മാറുന്നു. ആ സാപ്വുഡിന്റെ കളർ മാറിയിട്ട് ഒറിജിനൽ കളർ മാറി ഒരു ബ്ലൂയിഷ് കളറിലേക്ക് പോകുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈസ് നോൺ ആസ് ബ്ലൂ സ്റ്റെയിൻ. ഓക്കെ, അടുത്തത് ബ്രൗൺ റോട്ട് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റെയിൻ എവിടെ കണ്ടാലും ഷുഡ് ബി ഇറ്റ്സ് റിലേറ്റഡ് ടു കളർ ഓർ കളർ ചേഞ്ച് അല്ലെങ്കിൽ കളർ ലെസ് ആവുന്ന ആ ഒരു പ്രോപ്പർ, അതാണ് ബേസിക്കലി എന്താന്ന് പറയുന്നത് പ്രോസസ്, അതാണ് സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കൺഫ്യൂഷൻ വരരുത്, നമ്മൾ വേറൊരു ടൈപ്പ് സ്റ്റെയിനും വേറെ കാറ്റഗറിയിൽ പഠിക്കുന്നുണ്ട്, അപ്പൊ അങ്ങോട്ട് മാറിപ്പോയിരിക്കുക. ഓക്കെ, അടുത്തത് ബ്രൗൺ റോട്ട് ആണ്. എന്താണ് ബ്രൗൺ റോട്ട് എന്ന് പറയുന്നത്? റോട്ട് മീൻസ് ഡീകെ ഓർ ഡിസീസ് ഓഫ് ടിമ്പർ. റോട്ട് എന്ന് പറഞ്ഞാൽ ഡീകെ ഓർ ഡിസീസ് ഓഫ് ടിമ്പറിന്റെ ആ ഒരു ഡീകെ അല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റോട്ട് എന്ന് പറയുന്നത്. സോ ദ ഫംഗൈ ഓഫ് സർട്ടൻ ടൈപ്പ് റിമൂവ് ദ സെല്ലുലോസ് കോമ്പൗണ്ട് ഫ്രം ദ വുഡ് ആൻഡ് ഹെൻസ് വുഡ് അസ്യൂംസ് ദ ബ്രൗൺ കളർ. ഓക്കെ, അപ്പോൾ ആ ഒരു സെല്ലുലോസ് കോമ്പൗണ്ടിനെ എന്ത് ചെയ്യും, ഈ പറയുന്ന ഫംഗൈ അല്ലെങ്കിൽ ഫംഗൽ അറ്റാക്ക് മൂലം ഈ പറയുന്ന സെല്ലുലോസ് കോമ്പൗണ്ട് വുഡിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പൊ അതുമൂലം എന്ത് സംഭവിക്കും, ദ വുഡ് അസ്യൂംസ് ദ ബ്രൗൺ കളർ. ആ വുഡ് എന്ന് പറയുന്നത് ബ്രൗൺ കളർ ആയിട്ട് അസ്യൂം ചെയ്യും. ഓക്കെ, സോ അതിനാണ് നമ്മൾ ബ്രൗൺ റോട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ഫംഗൽ അറ്റാക്ക് ആൻഡ് എന്താണ് എന്താ പറയാ, അത് ഇറ്റ്സ് റിമൂവ്സ് ദ സെല്ലുലോസ് കോമ്പൗണ്ട് ആൻഡ് ദ വുഡ് അസ്യൂംസ് ദ ബ്രൗൺ കളർ. ഓക്കെ, അപ്പൊ അതാണ് ബ്രൗൺ റോട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡ്രൈ റോട്ട് ആണ്. ഡ്രൈ റോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കരമായിട്ട് എന്താണ് ഡ്രൈ, ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് കംപ്ലീറ്റ് ഇതായിട്ട് പോകും, ഒരു ആ ഒരു സ്റ്റേജിലേക്ക് വന്നതിന് ഡ്രൈ പൗഡർ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഫംഗൈ ഓഫ് സർട്ടൻ ടൈപ്പ് ഫീഡ് ഓൺ വുഡ് ആൻഡ് ഡ്യൂറിംഗ് ഫീഡിംഗ് ദ അറ്റാക്ക് ഓൺ വുഡ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഡ്രൈ പൗഡർ ഫോം നോൺ ആസ് ഡ്രൈ റോട്ട്. അപ്പൊ നമ്മൾ നേരത്തെ റോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഡീകെ ഓർ ഡിസീസ് തന്നെയാണ്, പക്ഷെ ഡ്രൈ റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വുഡിനെ ഒരു ഡ്രൈ പൗഡർ ആയിട്ട് മാറ്റും. ഓക്കെ, ഡ്രൈ പൗഡർ ആക്കി മാറ്റും. അപ്പൊ അതിനാണ് ഡ്രൈ റോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും ഫംഗൽ അറ്റാക്ക് മൂലം വരുന്ന ഒരു ഡിഫക്റ്റ് ആണ്. അടുത്തത് ഹാർട്ട് റോട്ട് ആണ്. അപ്പൊ ഹാർട്ട് റോട്ട് എന്ന് പറഞ്ഞാൽ അറ്റാക്സ് ഹാർട്ട് റോഡ്സ് വെൻ ബ്രാഞ്ചസ് കെയിം ഔട്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയാ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വുഡിന്റെ ഈ പറയുന്ന ഹാർട്ട് ഇതിനെയായിരിക്കും നമ്മൾ അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് അറ്റാക്ക് ഹാർട്ട് റോഡ്സ് വെൻ ബ്രാഞ്ചസ് കെയിം ഔട്ട്. ഓക്കെ, അപ്പൊ അതാണ് ഹാർട്ട് റോട്ട് എന്ന് പറയുന്നത്. അടുത്ത് സാപ്പ് സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സാപ്പ് ലൂസസ് ഇറ്റ്സ് കളർ. ഓക്കെ, അപ്പൊ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഒന്ന് കളർ ലൂസ് ആവുന്ന അല്ലെങ്കിൽ കളർ ചേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പൊ സാപ്പ് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ വുഡിന്റെ സാപ്പ് എന്ന് പറഞ്ഞൊരു പോർഷൻ നമുക്കറിയാം, വുഡ് എന്ന് പറഞ്ഞ സാപ്പ് ഒരു പോർഷൻ ഉണ്ട് അല്ലെ, സാപ്പ് വഴിയിൽ ആ ഒരു സാപ്പിന് കളർ മാറും, ലോസസ് ഇറ്റ്സ് കളർ. അപ്പൊ കളർ ലോസ് ആവുകയാണെങ്കിൽ എന്താണ്, അത് നമ്മൾ സാപ്പ് സ്റ്റെയിൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇറ്റ് ഒക്കേഴ്സ് വെൻ മോയ്സ്ചർ കണ്ടന്റ് ഈസ് അബൌട്ട് 25%. അപ്പൊ ഈ ഒരു സാപ്പ് സ്റ്റെയിൻ ഒക്കർ ചെയ്യണമെങ്കിൽ അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് ഷുഡ് ബി അബൌട്ട് 25%. ഓക്കെ, അടുത്തത് വെറ്റ് റോട്ട് ആണ്. വെറ്റ് റോട്ട് എന്ന് പറഞ്ഞാൽ സം ഫംഗൈ കോസ് ആണ്. സം ഫംഗൈ കോസ് കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് വുഡ് ആൻഡ് ദേ കൺവേർട്ട് ടിമ്പർ ഇൻടു ഗ്രേഷ് പൗഡർ ഇസ് നോൺ ആസ് വെറ്റ് റോട്ട്. അപ്പൊ വെറ്റ് റോട്ട് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എന്തായിരുന്നു, ഡ്രൈ റോഡ് എന്ന് പറഞ്ഞാൽ ഡ്രൈ പൗഡർ ആയിട്ട് മാറ്റുന്നു. ബ്രൗൺ റോഡ് എന്ന് പറഞ്ഞാൽ വിത്ത് ദ വുഡ് അസ്യൂംസ് ദ ബ്രൗൺ കളർ ഡ്യൂ ടു ദി ലോസ് ഓഫ് സെല്ലുലോസ് കോമ്പൗണ്ട്. ആൻഡ് വെറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ ഫംഗൈ എന്താണ് ഈ പറയുന്ന കെമിക്കൽ ഡീകമ്പോസിഷൻ, ഫംഗൈ കോസസ് കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് വുഡ് ആൻഡ് ദേ കൺവേർട്ട് ടിമ്പർ ഇൻടു ഗ്രേഷ് പൗഡർ. അപ്പൊ വെറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ ഗ്രേഷ് പൗഡർ ആക്കി മാറ്റുന്ന ഒരു ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെറ്റ് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അത് ഗ്രേഷ് പൗഡർ ആണ് വെറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ. അടുത്ത് വൈറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ ആസ് നെയിം സജസ്റ്റ് എന്നാണ് വൈറ്റ് പൗഡർ ആയിട്ട് മാറ്റും. ഓക്കെ, ഒരു വൈറ്റ് പൗഡർ ആയിട്ട് ഈ പറയുന്ന ടിമ്പറിനെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് വൈറ്റ് റോഡ്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഫംഗൽ അറ്റാക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ബ്ലൂ സ്റ്റെയിൻ പറഞ്ഞു, ബ്രൗൺ റോട്ട് പറഞ്ഞു, ഡ്രൈ റോട്ട് പറഞ്ഞു, ഹാർട്ട് റോട്ട്, സാപ്പ് സ്റ്റെയിൻ, വെറ്റ് റോട്ട്, വൈറ്റ് റോട്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത ഡിഫക്ട്സ് ഡ്യൂ ടു ഇൻസെക്ട്സ്. അപ്പൊ ഇൻസെക്ട്സ് മൂലം ഉണ്ടാവുന്ന ഡിഫക്റ്റ് ആണ് അടുത്തത്. അത് ദിസ് ഇൻസെക്ട്സ് കോസസ് റാപ്പിഡ് ഡീകേ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബീറ്റിലാണ്. ഓക്കെ, ബീറ്റിൽസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻസെക്ടിന്റെ ഇതാണ് പേരാണ്. സോ ദീസ് ഇൻസെക്ട്സ് കോസ് റാപ്പിഡ് ഡീകേ ഓഫ് ടിമ്പർ. ഓക്കെ, അതായത് ഈ പറയുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഫേർണിച്ചേഴ്സിലൊക്കെ എന്താണ് ഒരു പിൻ ഹോൾസ് പോലെ ഫോം ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണിത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ബീറ്റിൽ 2 mm ഡയ അതിന്റെ ഒരു ചെറിയ ഒരു ഡയൽ ആ ഒരു ചെറിയ ഹോള് അത് ക്രിയേറ്റ് ചെയ്യും.
അപ്പൊ അങ്ങനെ എന്താണ് ഈ പറയുന്ന ഹോൾ ക്രിയേറ്റ് ചെയ്ത അവസാനം ആ ഒരു ടിമ്പർ അല്ലെങ്കിൽ ആ ഒരു ഫോണിക്സ് നമുക്ക് യൂസ്ലെസ് ആവുന്ന രീതിയിലേക്ക് അത് പോകും. ഓക്കെ, അപ്പൊ അത് ബീറ്റിൽസ് ആണ് ബേസിക്കലി അതിന്റെ പിന്നിലുള്ള ആൾക്കാർ. അപ്പൊ അതാണ് ബീറ്റിൽസ്. ദീസ് ആർ ദി ഇൻസെക്ട്സ് വിച്ച് കോസസ് റാപ്പിഡ് ഡീക്ക് ഓഫ് ടിമ്പർ ആൻഡ് ദേ ഫോം പിൻ ഹോൾസ് അബൌട്ട് 2 mm ഉണ്ടായ. അടുത്ത മറൈൻ ബോറേഴ്സ് ആണ്. സോ മറൈൻ ബോറേഴ്സ് പറഞ്ഞാൽ ബേസിക്കലി ഫൗണ്ട് ഇൻ സോൾട്ടി വാട്ടർ. സോൾട്ടി വാട്ടറിൽ കാണപ്പെടുന്ന ഒരു ഇതിനാണ് മറൈൻ ബോറേഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഡസ് നോട്ട് ഫീഡ് വുഡ് ബട്ട് മേക്ക് എ ഷെൽട്ടർ. ഒക്കെ അത് നമ്മൾ അതിനകത്ത് വുഡിൽ അതിനകത്ത് എന്താണ് കൺസ്യൂം ചെയ്യില്ല, പക്ഷെ എന്താണ് ഇറ്റ് വിൽ മേക്ക് എ ഷെൽട്ടർ. അത് പിന്നെ ടെർമൈറ്റ്സ് ഓർ വൈറ്റ് ആൻഡ്സ്, ഇതും എന്താണ് ഒരു ഡിഫക്റ്റ്, ഒരു ഇതാണ് ഒരു എന്താ പറയാ ഒരു ഇൻസെക്ട്സ് ആണ് ഈ പറയുന്ന ടിമ്പറിനെ എന്താ പറയാ ഡിഫക്റ്റ് കോസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇൻസെക്ട് ആണ് ടെർമൈറ്റ്സ് ഓർ വൈറ്റ് ആൻഡ്സ്. അടുത്ത ഡിഫക്ട്സ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല സമയത്ത് ഇതിലും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ബേർഡ്സ് ഓർ എക്സ്ക്രീസൻസസ്. ബേർഡ്സ് എന്ന് പറയുന്നത് ബേസിക്കലി അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു ടൈം ഒരു ഷോക്ക് ഓർ ഇഞ്ചുറി, അതിന്റെ ആ ഒരു ഗ്രോത്തിന്റെ സമയത്ത് എന്താണ് ഒരു ഷോക്ക് ഓർ ഇഞ്ചുറി ട്രീന് സംഭവിക്കും. ഓക്കെ, അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ദ ഗ്രോത്ത് ഓഫ് ട്രീ കംപ്ലീറ്റ്ലി അപ്സെറ്റ്സ്. ഓക്കെ, ആ ഒരു ട്രീയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് അതായത് കംപ്ലീറ്റ്ലി ആ ഒരു ചിലപ്പോൾ ഈ പറയുന്ന നാച്ചുറൽ ഫോഴ്സ്, നമ്മൾ ഡിഫക്ട്സ് പറയുന്നത് നാച്ചുറൽ ഫോഴ്സ് മൂലമാണ്. അപ്പൊ നാച്ചുറൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ടാവും, അതിനകത്ത് എന്തെല്ലാം വരും, ഈ പറയുന്ന എന്താണ് വിൻഡ്, അതുപോലെ തന്നെ ലൈറ്റ്നിങ്, തണ്ടർ, എല്ലാ കാര്യങ്ങളും വരും ഇതിൻ്റെ ഉള്ളിൽ. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന നാച്ചുറൽ ഫോഴ്സസ് മൂലം ഒരു ഷോക്കോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയോ ആ ഒരു ട്രീക്ക് സംഭവിക്കും. അപ്പൊ ആ ഒരു ഗ്രോത്ത് എന്ത് സംഭവിക്കും, കംപ്ലീറ്റ്ലി അപ്സെറ്റ്സ് ദി ഗ്രോത്ത് ഓഫ് ദി ട്രീ. ഓക്കെ, അപ്പൊ അതാണ് ബേസിക്കലി പറയുന്നത് ബേർഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഇറഗുലർ പ്രൊജക്ഷൻസ് അപ്പിയർ ഓൺ ദി ബോഡി. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, when the tree receive a shock or injury and irregular projections appear on the body of the tree. അപ്പൊ അതാണ് ബേർഡ്സ് ഓർ എക്സ്ക്രീസൻസസ് എന്ന് പറയുന്നത് ബേസിക്കലി. സോ ഇറഗുലർ പ്രൊജക്ഷൻസ് ഫോം ചെയ്യും ഈ പറയുന്ന നാച്ചുറൽ ഫോഴ്സസ് മൂലം ഉണ്ടാക്കുന്ന ഒരു ഡിഫക്റ്റ് ആണത്. ഓക്കെ, അടുത്ത കോളസ് ആണ്. കോളസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇറ്റ്സ് എ സോഫ്റ്റ് ടിഷ്യൂ ഓർ സ്കിൻ. അപ്പൊ അതായത് നമ്മുടെ ഈ പറയുന്ന ട്രീയുടെ സ്കിൻ സോഫ്റ്റൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് കോളസ് എന്ന് പറയുന്ന ആ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്, സോഫ്റ്റ് ടിഷ്യൂ ഓർ സ്കിൻ. ഓക്കെ, അടുത്തത് കെമിക്കൽ സ്റ്റെയിൻ ആണ്. സോ കെമിക്കൽ സ്റ്റെയിൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് കളർലെസ്, ഞാൻ പറഞ്ഞു നേരത്തെ കളർലെസ് അല്ലെങ്കിൽ ഇറ്റ് വിൽ ചേഞ്ച് കളർ ചേഞ്ച് സംഭവിക്കുന്നത്. അപ്പൊ കെമിക്കൽ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ വരുന്നതല്ല, ദ വുഡ് ഈസ് സംടൈംസ് ഡിസ്കളേർഡ് ബൈ ദ കെമിക്കൽ ആക്ഷൻ. അപ്പൊ കെമിക്കൽ ആക്ഷൻ മൂലം വരുന്ന ആ ഒരു എന്താണ് ഡിസ്കളർ അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് അല്ലെങ്കിൽ ഒരു കളർ പോകുന്ന ആ ഒരു കളർ ലോസിനെ പറയുന്നതാണ് കെമിക്കൽ സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ദ കാറ്റഗറി ഓഫ് നാച്ചുറൽ ഫോഴ്സസ്. അടുത്തത് കോഴ്സ് ഗ്രെയിൻ ആണ്. കോഴ്സ് ഗ്രെയിൻ എന്താണ്, എ ട്രീ ഈസ് ഗ്രോയിങ് റാപ്പിഡ്ലി, ആനുവൽ റിംഗ്സ് ആർ വൈഡൻഡ് നോൺ ആസ് കോഴ്സ് ഗ്രെയിൻഡ് ടിമ്പർ. ഓക്കെ, അപ്പൊ ആനുവൽ റിംഗ്സ് നമുക്കറിയാം ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾസ് ആണ്, അതെന്താണ് ഇങ്ങനെ വൈഡൻ ചെയ്യും. ഓക്കെ, ഇങ്ങനെ വൈഡൻ ചെയ്യും. ആ ഒരു ഡിഫക്റ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോഴ്സ് ഗ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ കോഴ്സ് ഗ്രെയിൻ ഈസ് നത്തിങ് ബട്ട് ദ widening of the annual rings. Okay, the widening of the annual rings, and it is also coming under the category of natural forces, defects due to natural forces. അടുത്ത ഡെഡ് വുഡ് ആണ്. ഡെഡ് വുഡ് ആസ് എ നെയിം സജസ്റ്റ് ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ഡെഡ് സ്റ്റാൻഡിംഗ് ട്രീസ്. ഓക്കെ, ഇപ്പൊ ആ ഒരു എന്താണ് എന്താ പറയാ ഒരു ട്രീക്ക് ചിലപ്പോൾ ഈ പറയുന്ന എന്താണ് ഒരു ലൈറ്റ്നിങ്ങോ അല്ലെങ്കിൽ ഒരു ഇടിവെട്ടോ അല്ലെങ്കിൽ മിന്നലോ ഏറ്റ് എന്താണ് ചിലപ്പോൾ ആ ഒരു ട്രീ എന്താണ് ഒരു വളർച്ചയില്ലാണ്ടെന്നാണ് അങ്ങനെ ഡെഡ് സ്റ്റാൻഡിംഗ് ട്രീസ് ആയിട്ട് നിൽക്കുന്നതിനെ ബേസിക്കലി ഡെഡ് വുഡ് എന്ന് പറയുന്നത്. സോ അതിന് യാതൊരു ഗ്രോത്തും പിന്നെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇതിനാണ് എന്താ പറയുക ഡെഡ് വുഡ് എന്ന് പറയുന്നത്. അടുത്ത ഡ്രക്സിനസ് ആണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഡ്രക്സിനസ്. അപ്പോൾ എപ്പോഴും ക്വസ്റ്റൻ ചോദിക്കുന്നത് ഇത് വൈറ്റ് ഡീക്കേഡ് സ്പോട്സ് ഫോം ഇൻ ദ ട്രീ, വാട്ട് കൈൻഡ് ഓഫ് ഡിഫക്ട് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഇപ്പൊ എന്താണ് അപ്പൊ വൈറ്റ് ഡീക്കേഡ് സ്പോട്സ് എവിടെ വൈറ്റ് ഡീക്കേഡ് സ്പോട്ട് എന്ന് എവിടെ കണ്ടാലും എന്താണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഡ്രക്സിനസ് ആണ്. ഓക്കെ, ഡ്രക്സിനസ് ഈസ് റിലേറ്റഡ് ടു ദി വൈറ്റ് ഡീക്കേഡ് സ്പോട്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ വൈറ്റ് ഡീക്കേഡ് സ്പോട്ട് നമ്മുടെ ഈ പറയുന്ന ടിമ്പറിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിഫക്ട് നമ്മൾ ഡ്രക്സിനസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കമ്മിങ് അണ്ടർ ദി ഡിഫക്ട്സ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ്. അടുത്ത് ഫോക്സിനസ് ആണ്. ഫോക്സിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ഡീക്കേഡ് സ്പോട്സ് എന്ന് പറയുന്നത് റെഡ് ഓർ യെല്ലോ ടിന്റ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, റെഡ് ഓർ യെല്ലോ ടിന്റ് ഇൻ വുഡ് ഓർ റാഡിഷ് ബ്രൗൺ അല്ല റെഡിഷ് ബ്രൗൺ ഫോം ചെയ്യുന്നതിനെ ആണ് ബേസിക്കലി എന്ന് പറയുന്നത് ഈ പറയുന്ന ഫോക്സിനസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഡ്രക്സിനസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ഡീക്കേഡ് സ്പോട്ട് ആണെങ്കിൽ ഫോക്സിനസ് എന്ന് പറയുന്നത് റെഡ് ഓർ യെല്ലോ ടിന്റ് ഇൻ വുഡ് ഓർ റെഡിഷ് ബ്രൗൺ സ്റ്റെയിൻസ് ഓർ സ്പോട്ട്, അതിനാണ് എന്ത് പറയുക ഫോക്സിനസ് പറയുന്നത്. ഡ്രക്സിനസ് ആൻഡ് ഫോക്സിനസ് ഒരുമിച്ച് പഠിക്കുക, റെഡ് ഓർ യെല്ലോ ഓർ റെഡിഷ് ബ്രൗൺ. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അതാണ് എന്ത് നാച്ചുറൽ ഫോഴ്സ്. അപ്പൊ ഈ പറയുന്ന സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണെങ്കിൽ
ഡിഫക്ട്സ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസും അതുപോലെ തന്നെ ഫംഗൽ അറ്റാക്ക്, ഫംഗൈ മൂലമുള്ള ആ ഒരു ഡിഫക്ട്സും ആണ് സാധാരണയായിട്ട് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഇസ് നോട്ട്. അപ്പൊ നോട്ട് എന്ന് പറഞ്ഞാൽ വരുന്നില്ല, ദീസ് ആർ ദി ബേസസ് ഓർ. ഓക്കെ, അപ്പൊ ഇതാണ് നോട്ട് എന്ന് പറയുന്നത്. ഇതുണ്ടോ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ നോക്കി കഴിഞ്ഞാൽ തന്നെ വരുന്നല്ല. ഈ നമ്മളിപ്പോ ഒരു ട്രീ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഇതാണ് ഇങ്ങനെ ഒരു കട്ട് ചെയ്ത പോർഷൻ. അപ്പൊ നമ്മൾ ഒരു ട്രീ നമ്മളിങ്ങനെ ഒരു ബ്രാഞ്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഈ ഒരു ഡാർക്കൻ കളറായിട്ട് മാറും. ഓക്കെ, ഇങ്ങനെ ഡാർക്കൻ കളറായിട്ട് മാറും. അപ്പൊ അതിനാണ് എന്താ പറയുക നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോട്ടിന്റെ പല കാറ്റഗറി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇതിലേക്ക് വരാം. അപ്പൊ നോട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, ദീസ് ആർ ദി these are the bases or branches or limbs which are broken or cut off from the trees, results in the formation of dark hard rings are called knots. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ എന്താണ്, നമ്മളിപ്പോ എന്തെങ്കിലും മൂലം ചിലപ്പോൾ എന്താണ് നമ്മൾ ബ്രാഞ്ച് നമ്മളെ ട്രീയുടെ ബ്രാഞ്ച് കട്ട് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നാച്ചുറൽ ഫോഴ്സസ് മൂലം വരുന്നതായിരിക്കും. ഓക്കെ, എനിവേ ആ ഒരു ബ്രാഞ്ച് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഡാർക്ക് ഹാർഡ് റിങ്സ് ഉണ്ടാവും. അതിനാണ് എന്തെന്ന് പറയുന്നത്, നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, the formation of dark hard rings on the timber, that is known as knot. ഓക്കെ, അപ്പൊ അതാണ് ബേസിക്കലി ഈ പറയുന്ന നോട്ട് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് പല കാറ്റഗറി ഉണ്ട്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡെഡ് നോട്ട് ഉണ്ട്, പിന്നെ ലൈവ് നോട്ട് ഉണ്ട്, റൗണ്ട് നോട്ട് ഉണ്ട്, ടൈറ്റ് നോട്ട് ഉണ്ട്, എക്സെട്ര. അപ്പൊ ഡെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ വരുന്നല്ല, ഡെഡ് നോട്ട് ആസ് എ നെയിം സജസ്റ്റ് എന്താണ്, അതിന് എന്താണ് ആ ഒരു പോർഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിങ്ങനെ ഡാർക്ക് ഹാർഡ് റിങ്സ് കണ്ടു. അപ്പൊ അത് നമ്മൾ ഡെഡ് നോട്ട് ആണ് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു പോർഷനും പിന്നെ ബാക്കിയുള്ള ട്രീയുടെ പോർഷൻ നമ്മൾ യാതൊരു കണക്ഷനും ഉണ്ടാവില്ല, അതായത് യാതൊരു പ്രോപ്പർട്ടി ഉണ്ടാവില്ല. കാരണം ഇറ്റ് റിമെയിൻസ് ഡെഡ്. ഓക്കെ, അതായത് അതിന് വേറെ രീതിയിലുള്ള ഒരു ലൈവ്ലിനെസ്സും ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താണ്, ദ ഫൈബേഴ്സ് ഓഫ് എ നോട്ട് ആർ നോട്ട് പ്രോപ്പർലി ഇന്റർ കണക്റ്റഡ് വിത്ത് ദോസ് ഓഫ് സറൗണ്ടിങ് വുഡ്. അതായത് ആ ഒരു ഡാർക്ക് ഹാർഡ് റിങ്സ് ഫോം ചെയ്ത പോർഷനും പിന്നെ ബാക്കി ഈ ട്രീയുടെ അടുത്ത വേറെ പോർഷനും തമ്മിൽ യാതൊരു ഇന്റർ കണക്ഷനും ഉണ്ടാവില്ല. അതാണ് എന്തെന്ന് പറയുന്നത്, ഡെഡ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്, അതാണ് ഡെഡ് നോട്ട്. അപ്പൊ അടുത്തത് അപ്പൊ ലൈവ് നോട്ട് എന്തായിരിക്കും? സ്റ്റിൽ ഇറ്റ് ഹാവ് ദി എന്താണ് ലിവിങ് സെൽസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ലൈവ് നോട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോ ഡാർക്ക് ഹാർഡ് റിങ്സ് ഒക്കെ ഉണ്ടായെങ്കിലും സ്വാഭാവികമായിട്ടും എന്താണ് അതിനകത്ത് ലിവിങ് സെൽസ് ഉണ്ടാവും. ലിവിങ് സെൽസ് ഉണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഹാവ് ഗോട്ട് ദി ലൈവ്നെസ് ഓഫ് ദ, എന്താണ് ബാക്കിയുള്ള സറൗണ്ടിങ് വുഡായിട്ട് എന്താണ് ഇറ്റ് ഹാവ് കണക്ഷൻ, ഇറ്റ് ഹാവ് ഇന്റർ കണക്ഷൻ. ഓക്കെ, അപ്പൊ ലിവിങ് സെൽസ്. അപ്പൊ ചിലപ്പോൾ എന്താണ് ആദ്യം നമ്മൾ ബ്രാഞ്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ലൈവ് നോട്ട് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താണ് ഈ പറയുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഇതൊന്നും കിട്ടാണ്ട് വരുമ്പോഴത്തേക്കും അത് ഡെഡ് നോട്ടായിട്ട് മാറുന്നതാണ്. ഓക്കെ, ഫൈൻ, നമുക്ക് അങ്ങനെ ചിന്തിക്കാലോ എങ്ങനെയാണെങ്കിലും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഡെഡ് നോട്ടും ലൈവ് നോട്ടും അപ്പൊ രണ്ടിന്റെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ദിസ് ഇസ് നോൺ ആസ് റെഡ് നോട്ട്, അത് ഡെഡ് നോട്ട് ആൻഡ് ലൈവ് നോട്ട്. രണ്ടും കാണുമ്പോൾ എന്താണ് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. പക്ഷെ എന്താണ് ലൈവ് നോട്ടിൽ എന്താണ് ലിവിങ് സെൽസ് ഉണ്ടാവും, ഡെഡ് നോട്ടിൽ ഇവിടെ ഡെഡ് സെൽസ് ആയിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ നോട്ട് കോൺട്രിബ്യൂട്ട് എനി കൈൻഡ് ഓഫ് എന്താണ് ഒരു ഗ്രോത്തിന്, അത് പിന്നെ സാധ്യമാവില്ല, ബിക്കോസ് ഇറ്റ് റിമെയിൻസ് ഡെഡ്. അതുകൊണ്ടാണ് അത് ഡെഡ് നോട്ട് വിളിക്കുന്നത്. അപ്പൊ അതാണ് ഇതെന്ന് പറയുന്നത്. അടുത്തത് എന്താ പറയാ, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡീക്കേഡ് ഓർ അൺസൗണ്ട് നോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി ആക്ഷൻ ഓഫ് ഫംഗസ് ഓൺ വുഡ്. അപ്പൊ ഡോട്ട് അപ്പൊ എന്താണ് ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ് ആയിരിക്കും. ലൈവ് നോട്ട് വരും, ലൈവ് നോട്ട് ആയിട്ട് ആദ്യം വരണം, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഡി കെ നോട്ട് ആവും, ഡി കെ ഡോട്ട് അൺസൗണ്ട് നോട്ടായി, അൺസൗണ്ട് ഫൈനലി അത് എന്താണ് ഡെഡ് നോട്ടായിട്ട് മാറും. അതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് എന്തെന്ന് പറയുന്നത് നോട്ട്. അടുത്ത ലൂസ് നോട്ട്, പ്രിലിമിനറി സ്റ്റേജ് ഓഫ് ഡെഡ് നോട്ട്. ദെൻ റൗണ്ട് നോട്ട് എന്ന് പറഞ്ഞാൽ നോട്ട്സ് ആർ റൗണ്ട് ഇൻ ഷേപ്പ്, അതാണ് റൗണ്ട് നോട്ട് എന്ന് പറഞ്ഞാൽ. ടൈറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി സ്റ്റേജ് ഓഫ് ലൈവ് നോട്ട്. ഓക്കെ, അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ടൈറ്റ് നോട്ട് എന്താണ്, റൗണ്ട് നോട്ട് എന്താണ്, ലൂസ് നോട്ട് എന്താണ്, ലൈവ് നോട്ട്. ലൈവ് നോട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. ലൂസ് നോട്ട് എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി സ്റ്റേജ് ഓഫ് ഡെഡ് നോട്ട്. ദെൻ റൗണ്ട് നോട്ട് എന്ന് പറഞ്ഞാൽ നോട്ട്സ് ആർ റൗണ്ട് ഇൻ ഷേപ്പ്. ദെൻ ടൈറ്റ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിമിനറി സ്റ്റേജ് ഓഫ് ലൈവ് നോട്ട്. ഓക്കെ, ഫസ്റ്റ് ലൈവ് ആദ്യം, ദെൻ പിന്നെ ഡി കെ വരും, പിന്നെ ഡെഡ് ആവും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്, അതാണ് എന്ന് പറയുന്നത് നോട്ട്. അടുത്ത് റിൻഡ് ഗോൾസ് ആണ്. റിൻഡ് ഗോൾസ് എപ്പോഴും നമ്മുടെ മിക്കവാറും തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും റിൻഡ് ഗോൾസ്. സോ ബേസിക്കലി അത് പറഞ്ഞല്ല, ഇറ്റ്സ് എ അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ദി ബോഡി ഓഫ് ട്രീ. അതായത് ആ ഒരു ട്രീയുടെ അബ്നോർമൽ ഗ്രോത്തിനെയാണ് സൂചിപ്പിക്കുന്നതിനാണ് റിൻഡ് ഗോൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അബ്നോർമൽ ഗ്രോത്ത് എന്ന് എവിടെ കണ്ടാലും ഇറ്റ്സ് അബൌട്ട് ദി റിൻഡ് ഗോൾസ്. അടുത്ത ഷെയ്ക്സ് ആണ്. ഓക്കെ, ഷെയ്ക്സ് ഈസ് ബേസിക്കലി നത്തിങ് ബട്ട് ദി എന്താണ് ക്രാക്സ് ഓൺ ദി ട്രീസ് ആണ്. ക്രാക്സ് ഓൺ ദി ട്രീസ്. അപ്പൊ അത് പല തരത്തിൽ നമുക്ക് ക്രാക്ക് ഉണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ
റേഡിയലായിട്ട് ക്രാക്ക് ഉണ്ടാവും, അങ്ങനെ റേഡിയലായിട്ട് ക്രാക്ക് ഉണ്ടാവും, ചിലപ്പോൾ സർക്കുലർ ആയിട്ട് ക്രാക്ക് ഉണ്ടാവും, ചിലപ്പോൾ സെമി സർക്കുലർ ആയിട്ട് ക്രാക്ക് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചാണ് എന്ത് ഓരോന്നും നെയിം ചെയ്തേക്കുന്നത്. സോ നമുക്ക് അതിന്റെ വിത്ത് ഫിഗർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത് കപ്പ് ഷേക്ക്. ഫസ്റ്റ് അപ്പോൾ ഷേക്കിൽ വരുന്നത്, സോ ഷേക്ക് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ക്രാക്സ് ആണ്, ക്രാക്സ് ഓൺ ദ ട്രീസ്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കപ്പ് ഷേക്ക് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു ഫിഗർ കാണാം. ഓക്കെ, റിൻഗോൾസിന്റെ ഫിഗർ ഒന്ന് ജസ്റ്റ് നോക്കുക. ഇതാണ് അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ട്രീ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആദ്യം ഏതായിരുന്നു നമ്മൾ കണ്ടത്? കപ്പ് ഷേക്ക് ആയിരുന്നു. അപ്പൊ കപ്പ് ഷേക്ക് നോക്കിയേ, ദീസ് ആർ എന്താണ് ആനുവൽ റിംഗ് ഇങ്ങനെ കവർ ചെയ്തിട്ടില്ല, ഫുള്ള് കവർ ചെയ്തിട്ടില്ല, പക്ഷെ ഹാഫ് കവർ ചെയ്തിട്ടുണ്ട് കപ്പ് ഷേക്ക്. ഓക്കെ, സോ എന്താണ് കപ്പ് ഷേക്കിന്റെ ആ ഒരു ഡെഫിനേഷൻ പറയുന്നത് നോക്കാം. കപ്പ് ഷേക്ക്, these are caused by the rupture of tissue in circular direction. ഓക്കെ, ഇപ്പൊ സർക്കുലർ ഡയറക്ഷനിൽ ടിഷ്യൂവിന്റെ ആ ഒരു റപ്ചർ സംഭവിച്ചേക്കുന്നതാണ് കപ്പ് ഷേക്ക് എന്ന് പറയുന്നത്. സോ ദ കർവ്ഡ് ക്രാക്സ് പാർട്ട്ലി സെപ്പറേറ്റ് വൺ ആനുവൽ റിംഗ്സ് ഫ്രം അതർ. അപ്പൊ ഒരു ആനുവൽ റിങ്ങിനെ അടുത്ത ആനുവൽ റിംഗ് ആയിട്ട് അതെന്താണ് സെപ്പറേറ്റ് ചെയ്ത് കളയും. അതാണ് കർവ്ഡ് ക്രാക്സ്. അപ്പൊ കർവ്ഡ് ക്രാക്സ് അത് മുഴുവൻ സർക്കുലർ ക്രാക്ക് ആവണമെന്നില്ല, എന്താണ് ഇറ്റ് ഹാസ് സം കൈൻഡ് ഓഫ് കർവ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഫോം ചെയ്യുന്ന കപ്പ് ഷേക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇറ്റ് ഇസ് കോസ്ഡ് ബൈ ദ റപ്ചർ ഓഫ് ടിഷ്യൂവിന്റെ ആ ഒരു എന്താണ് ഒരു ഡാമേജ് സംഭവിക്കുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത്. സോ ദീസ് ആർ ദി ഷേക്സ് ഓർ ദീസ് ആർ ദി ക്രാക്സ് formed in the circular direction and which separates one annual ring from the other. Okay, എവിടെയാണ് അത് ഉണ്ടാവുന്നത്? അപ്പൊ ആനുവൽ റിംഗ്സിനെ അത് സെപ്പറേറ്റ് ചെയ്ത് കളയും. ഓക്കെ, അതാണ് ബേസിക്കലി കപ്പ് ഷേക്സ് എന്ന് പറയുന്നത്. ഓക്കെ, യു ക്യാൻ സീ ദ ഫിഗർ വൺസ് അഗൈൻ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, കർവ്ഡ് ക്രാക്സ് ആണ്. അപ്പൊ അതാണ് എന്ത് കപ്പ് ഷേക്ക് എന്ന് പറയുന്നത്. സോ ദീസ് crack is circular or curved in shape. Okay, അടുത്തത് ഹാർട്ട് ഷേക്ക് ആണ്. അപ്പൊ ഹാർട്ട് ഷേക്ക് ഇറ്റ്സ് ഓൾസോ എ ക്രാക്ക് ആൻഡ് ക്രാക്ക് ഈസ് ഇൻ ദി സെന്റർ ഫ്രം ദി പിത്ത് ടു സാപ്വുഡ്. അപ്പൊ പിത്തിൽ നിന്ന് സാപ്വുഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന എന്താണ് ക്രാക്കിനെയാണ് ഹാർട്ട് ഷേക്ക് എന്ന് പറയുന്നത്. അതായത് ഇതാണ് പിത്ത്, നമുക്കറിയാം. പിത്ത് എന്ന് പറഞ്ഞാൽ ഇന്നർ പോർഷൻ ആണ്, അത് കോർ ഓഫ് ദി ട്രീ ആണ്. അവിടെ നിന്ന് സാപ്വുഡിലേക്ക് ആണ് ഈ പറയുന്ന ക്രാക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ ഹാർട്ട് ഷേക്ക് എന്ന് വിളിക്കും. സോ ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മെഡുലറി റേസ്. നമുക്കറിയാം മെഡുലറി റേസ് എവിടം വരെയാണ്? പിത്ത് ടു കാമ്പിയം ലെയർ ആണ്. സോ ഇൻ ദി ഡയറക്ഷൻ ഓഫ് മെഡുലറി റേസ് the cracks extend from pith to sapwood, and that kind of crack is known as heart shake. Okay, അപ്പൊ ഇങ്ങനെ എന്താണ് റേഡിയൽ ആയിട്ട് എന്താണ് ഇങ്ങനെ ഫോം ചെയ്യും. ഒരു റേഡിയൽ ആയിട്ട് പിത്തിൽ നിന്ന് സാപ്വുഡിലേക്കുള്ള ആ ഒരു എന്താണ് റേസ് ക്രാക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. അതിനാണ് എന്തെന്ന് പറയുന്നത് ഹാർട്ട് ഷേക്ക് എന്ന് പറയുന്നത്. നോക്കിയേ, ഹാർട്ട് ഷേക്ക് നോക്കിയേ. യെസ്, എക്സാക്ട്ലി വി ആർ ടോക്കിംഗ് അബൌട്ട്. ഈ സംഭവം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇതൊക്കെ പിത്തിൽ നിന്ന് സാപ്വുഡിലേക്ക് പോകും. ഓക്കെ, പിത്ത് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ഹാർട്ട്വുഡ് ആൻഡ് ഹാർട്ട്വുഡ് ഈസ് സറൗണ്ടഡ് ബൈ സാപ്വുഡ് ആൻഡ് സാപ്വുഡ് ഈസ് സറൗണ്ടഡ് ബൈ കാമ്പിയം ലെയർ ആൻഡ് ഫൈനലി ഇന്നർ ബാർക്ക് ആൻഡ് ഔട്ടർ ബാർക്ക്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആ ഒരു എന്താ പറയാ സ്ട്രക്ചർ ഓഫ് ദി ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഹാർട്ട് ഷേക്ക് പിത്തിൽ നിന്ന് സാപ്വുഡിലേക്ക് എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, ഞാൻ ഇന്ന് എടുത്തു പറയാൻ കാര്യം ഈ പറയുന്ന ഒരു സ്റ്റാർ ഷേക്കും കൂടെ ഉണ്ട്. അതും ഇറ്റ്സ് എക്സാക്ട്ലി ദ ഓപ്പോസിറ്റ് ഓഫ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. ഓക്കെ, സോ എന്താ പറയാ അതൊന്ന് നോക്കി വെക്കാം. Now, heart shake പറഞ്ഞു. ഇനി റിംഗ് ഷേക്ക് ആണ്. So when cup shake covers the entire ring. Okay, അപ്പൊ കപ്പ് ഷേക്ക് എന്തായിരുന്നു? ആദ്യം നമ്മൾ കപ്പ് ഷേക്ക് പറഞ്ഞ ഇറ്റ് ഈസ് സർക്കുലർ ഇൻ ഡയറക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് കേർവ്ഡ് ക്രാക്സ് ആയിരുന്നു. ഇനി ആ ഒരു ആനുവൽ റിങ്ങിനെ എൻറ്റയർ ആയിട്ട് അത് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ now we can call it as ring shakes. Okay, അപ്പൊ അത് ഫുൾ ആയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കപ്പ് ഷേക്കിലെ ആ ഒരു കേർവ്ഡ് ക്രാക്ക് എന്ന് പറയുന്നത് ഫുൾ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തത്, ആ ഒരു ആനുവൽ റിംഗ് ഫുൾ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തത് ഫുൾ എൻറ്റയർ ആ ഒരു റിംഗ് ആയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിരുന്നു അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റിംഗ് ഷേക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ കപ്പ് ഷേക്ക് കേർവ്ഡ് ക്രാക്ക് ആണെങ്കിൽ അതിന്റെ ഒരു ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ ആ ഒരു ഫുൾ ആയിട്ട് സർക്കുലർ ആയിട്ട് ഫുൾ സർക്കുലർ കർവ് അല്ലെങ്കിൽ സർക്കുലർ ക്രാക്ക് വരുന്നതിനാണ് റിംഗ് ഷേക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു നെയിം സജസ്റ്റ് റിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു റിംഗ് ടൈപ്പ് ഫോം ചെയ്യും. ഓക്കെ, ഇത് സ്റ്റാർ ഷേക്ക് ആണ്. സ്റ്റാർ ഷേക്ക് എന്താണ്? അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മള് ഈ പറയുന്ന എന്താണ് ഹാർട്ട് ഷേക്ക് പിത്ത് ടു സാപ്വുഡ് ആണ്. പക്ഷെ ഈ ക്രാക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ബാർക്കിൽ നിന്ന് സാപ്വുഡിലേക്കാണ് ഈ സ്റ്റാർ ഷേക്കിന്റെ ആ ഒരു എന്താ പറയാ ക്രാക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഫ്രം ഔട്ട്വേർഡ്സ് ടു ഇൻവേർഡ് ആണ്, ഔട്ടർ ടു ഇന്നർ ആണ് ഇതിന്റെ ആ ഒരു ക്രാക്കിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫ്രം
ഫ്രം ബാർക്ക് ടുവേർഡ്സ് ദ സാപ്വുഡ്, ബാർക്കിൽ നിന്ന് സാപ്വുഡിലേക്ക്, ബാർക്കിൽ നിന്ന് സാപ്വുഡിലേക്ക്. സോ വി ക്യാൻ സി ദ ഫിഗർ. ആൻഡ് റേഡിയൽ ഷേക്സ്, റേഡിയൽ ഷേക്സ് എന്താണ്? ഫൈൻ ഇറഗുലർ ഷേക്ക് സിമിലർ ടു സ്റ്റാർ ഷേക്ക്. ഇറ്റ് ഈസ് ഓൾസോ ഡ്യൂ ടു ഇംപ്രോപ്പർ സീസണിങ്. അപ്പോ ഇത് ഈ പറയുന്ന റിംഗ് ഷേക്ക് ഇംപ്രോപ്പർ സീസണിങ് മൂലവും ഉണ്ടാവാം. ഓക്കെ, സീസണിങ് മൂലവും ഈ പറയുന്ന റേഡിയൽ ഷേക്ക് ഫോം ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ആദ്യം കണ്ടത് ഇപ്പൊ നേരത്തെ പറഞ്ഞ റിംഗ് ഷേക്ക് ആണ്. കണ്ടോ, റിംഗ് ഷേക്ക് നോക്കി, ഇത് ഫുൾ ആയിട്ട് ആനുവൽ റിംഗ് അങ്ങനെ കവർ ചെയ്യുന്നുണ്ട്. സ്റ്റാർ ഷേക്ക് നോക്കി, സ്റ്റാർ ഷേക്ക് ഇൻ ബാർക്കിൽ നിന്ന് സാപ്വുഡിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, ബാർക്കിൽ നിന്ന് സാപ്വുഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു നമ്മൾ നേരത്തെ പറയാത്തൊരു ഷേക്ക് കൂടി പറയുന്നത് ഫ്രോസ്റ്റ് ഷേക്ക് വുഡ് സ്പ്ലിറ്റ്സ് ഇൻവേർഡ് റിസൾട്ടിങ് ഓഫ് വെരി ഹാർഷ് വെതർ കണ്ടീഷൻ. വെരി ഭയങ്കരമായിട്ടുള്ള ഹാർഷ് വെതർ, അതാണ് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ വെരി ഹാർഷ് ആയിട്ടുള്ള വെതർ കണ്ടീഷൻസിൽ വുഡ് സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് ഇൻവേർഡ്, വുഡ് സ്പ്ലിറ്റ് ഇൻവേർഡ്സ്, അതിനാണ് ഇതെന്ന് പറയുന്നത് ഫ്രോസ്റ്റ് ഷേക്ക് എന്ന് പറയുന്നത്. സോ റേഡിയൽ ഷേക്ക് എന്തായിരുന്നു? റേഡിയൽ ഷേക്ക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്റ്റാർ ഷേക്കിനെ പോലെ ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു ഷേക്ക് ആണ് അത്. ഇറ്റ് ഈസ് ഓൾസോ ഡ്യൂ ടു ഇംപ്രോപ്പർ സീസണിങ്, ഇംപ്രോപ്പർ ആയിട്ടുള്ള സീസണിങ് മൂലം നമുക്ക് ഈ പറയുന്ന റേഡിയൽ ഷേക്സ് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ ഷേക്സ് പറഞ്ഞു? ഫസ്റ്റ് നമ്മൾ കപ്പ് ഷേക്ക് പറഞ്ഞു. കപ്പ് ഷേക്ക് പറഞ്ഞാൽ സർക്കുലർ കേർവ്ഡ് ക്രാക്സ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടത് ഹാർട്ട് ഷേക്ക് ആണ്. ഹാർട്ട് ഷേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭിത്തിയിൽ നിന്ന് സാപ്വുഡിലേക്കാണ് പോകുന്നത്. പിന്നെ സ്റ്റാർ ഷേക്ക് ബാർക്കിൽ നിന്ന് സാപ്വുഡിലേക്കാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. പിന്നെ റിംഗ് ഷേക്ക് അത് ഫുൾ ആയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ, കപ്പ് ഷേക്ക് ഫുൾ ആയിട്ട് കവർ ചെയ്ത് ആനുവൽ റിംഗ് കവർ ചെയ്ത് കഴിഞ്ഞാൽ റിംഗ് ഷേക്ക് എന്ന് വിളിക്കാം. പിന്നെ ഫ്രോസ്റ്റ് ഷേക്ക് പറഞ്ഞാൽ എക്സ്ട്രീം വെതർ കണ്ടീഷൻസിലാണ് നമ്മൾ ഈ പറയുന്ന ഫ്രോസ്റ്റ് ഷേക്ക് ഉണ്ടാകുന്നത്. സോ വുഡ് സ്പ്ലിറ്റ് ഇൻവേർഡ്സ്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഷേക്സ്. ആൻഡ് ഓൾ ദി ഷേക്സ് ആർ കമ്മിങ് അണ്ടർ ദി കാറ്റഗറി ഓഫ് ഡിഫക്ട്സ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ്. ഓക്കെ, അടുത്തതും തീർന്നിട്ടില്ല, ഡിഫക്ട്സ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ് തീർന്നിട്ടില്ല. അടുത്ത് പിന്നെ ട്വിസ്റ്റഡ് ഫൈബേഴ്സ് ഉണ്ട്. ട്വിസ്റ്റഡ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? നമ്മുടെ ഈ പറയുന്ന ടിമ്പറിന്റെ ഫൈബേഴ്സ് ഒക്കെ എന്താണ്? ട്വിസ്റ്റ് ചെയ്ത് പോകും. അപ്പൊ അതിനാണ് ട്വിസ്റ്റഡ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്സെറ്റ് എന്ന് പറയുന്ന വുഡ് ഫൈബേഴ്സ് ആർ ഇൻജുർഡ് ബൈ ക്രഷിംഗ് ഓർ കംപ്രഷൻ. ക്രഷിംഗ് അല്ലെങ്കിൽ കംപ്രസീവ് ഫോഴ്സ് കാരണം വുഡ് ഫൈബേഴ്സ് ഇൻജുർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് അപ്സെറ്റ് എന്ന് പറയുന്നത്. അടുത്ത് വാട്ടർ സ്റ്റെയിൻ ആണ്. ടിമ്പർ ഡിസ്കളേർഡ് വിത്ത് കോൺടാക്ട് വാട്ടർ, വാട്ടറുമായിട്ടുള്ള കോൺടാക്ട് വരുമ്പോൾ ടിമ്പർ ഗെറ്റ് ഡിസ്കളേർഡ്. ഓക്കെ, അപ്പൊ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇറ്റ്സ് അബൌട്ട് കളർ ലോസ് ഓർ കളർ ചേഞ്ച്. ഓക്കെ, സോ വാട്ടർ സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിമ്പർ ഡിസ്കളേർഡ് വിത്ത് ദി കോൺടാക്ട് ഓഫ് വാട്ടർ, വാട്ടറുമായിട്ട് കോൺടാക്ട് വരുമ്പോഴത്തേക്കും ടിമ്പർ ഒരു കളർ ലോസ് സംഭവിക്കുന്നതാണ് വാട്ടർ സ്റ്റെയിൻ എന്ന് പറയുന്നത്. അടുത്ത് വിൻഡ് ക്രാക്സ് ആണ്. സോ വുഡ് ഈസ് എക്സ്പോസ് ടു ദി അറ്റ്മോസ്ഫിയറിക് ഏജൻസ്, എക്സ്റ്റീരിയർ സർഫസ് ഷ്രിങ്ക്സ് ഡെവലപ്പ്. ഓക്കെ, ആ ഒരു വുഡിന്റെ എക്സ്റ്റീരിയർ സർഫസ് എന്താണ്? ഈ പറയുന്ന വിൻഡ്, ഈ പറയുന്ന കാറ്റ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഏജൻസ് മൂലം ഷ്രിങ്ക് ആൻഡ് ഡെവലപ്പ് വിൻഡ് ക്രാക്സ്. ഓക്കെ, അപ്പൊ എക്സ്റ്റീരിയർ സർഫസ് ഷ്രിങ്ക് ചെയ്യും. അപ്പൊ അതനുസരിച്ച് വിൻഡ് ക്രാക്ക് ഫോം ചെയ്യും. അപ്പൊ അതിനാണ് ഇതെന്ന് പറയുന്നത് വിൻഡ് ക്രാക്സ്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള എന്താണ് ഡിഫക്ട്സ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ്. അടുത്തത് ഡിഫക്ട്സ് ഡ്യൂ ടു സീസണിങ് ആണ്. സീസണിങ് ഡിഫക്റ്റും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊരു ഫിഗേഴ്സ് അവൈലബിൾ ആണ്. സോ ബേസിക്കലി ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? ദാറ്റ് ഈസ് ബൗ കർവേച്ചർ ഫോംഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ലെങ്ത് ഓഫ് ദി ടിമ്പർ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സീസണിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോയ്സ്ചർ കണ്ടന്റ് നമ്മൾ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ സീസണിങ് എന്ന് പറയുന്നത്. സോ മോയ്സ്ചർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എക്സ്ട്രാ ഡ്രൈ ആയി പോവാം. ഓവർ ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ടിമ്പറിന് എന്താണ്? അതനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും, അതിന്റെ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരും. അപ്പോൾ എന്താണ്? അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ അത് ഇംപ്രോപ്പർ ആയിട്ടുള്ള സീസണിങ് ആണെങ്കിൽ ഈ പറയുന്ന എല്ലാ ഡിഫക്ട്സിലേക്കും അത് പോകും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പറഞ്ഞാൽ ബൗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ബൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അമ്പിന്റെ ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ ഇറ്റ്സ് അബൌട്ട് ദി എന്താണ്? ഡയറക്ഷൻ ഓഫ് ലെങ്ത്. അപ്പൊ ഒബ്വിയസ്ലി നമുക്ക് അപ്പൊ തന്നെ നമുക്ക് ലോജിക്കലി അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഡയറക്ഷൻ ഓഫ് ലെങ്ത് ഓഫ് ടിമ്പർ, ഡയറക്ഷൻ ഓഫ് ലെങ്ത് ഓഫ് ടിമ്പറിൽ ഒരു കർവേച്ചർ ഫോം ചെയ്യുന്നതാണ് ബൗ എന്ന് പറയുന്നത്. അതായത് ബൗ എന്ന് പറഞ്ഞാൽ അമ്പ് അല്ലെ? അമ്പ് ഇരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലെ? സോ ഇറ്റ്സ് അബൌട്ട് ദി എന്താണ്? ഈ പറഞ്ഞ along the direction of length of the timber. Okay, so the curvature is formed on the along the direction of length of timber. ലെങ്തിനാണ് കർവേച്ചർ ഫോം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ബൗ എന്ന് വിളിക്കും. ഓക്കെ, തിരിച്ച് കപ്പ് ആണെങ്കിലോ? കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ടിമ്പർ ഇതാണെങ്കിൽ ഈ പറയുന്ന കർവേച്ചർ ഫോം ചെയ്ത് ഇൻ ദി ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ അലോങ് ദി വിഡ്ത്ത് ആയിരിക്കും കർവേച്ചർ ഫോം ചെയ്തിരിക്കുന്നത്. യു ക്യാൻ സീ ദ ഫിഗർ ഹിയർ. ഇതാണ് ബൗ. കണ്ടോ? ഒരു വളവ്, അതായത് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ലോങ് ദി ലെങ്ത് ആണ്. ഇനി കപ്പ് നോക്കിയേ, കപ്പാണെങ്കിൽ ഇങ്ങനെ ചെറിയ, ഇതാണ് സംഭവിച്ചത്.
ഇത് കണ്ടോ, എലോങ് ദി വിഡ്ത്ത് ആണ് കർവേച്ചർ ഫോം ചെയ്യുന്നത്, എലോങ് ദി വിഡ്ത്ത്. ഇത് എലോങ് ദി ലെങ്ത് ആണ്. ഓക്കെ. പിന്നെ ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ട്വിസ്റ്റ് നോക്കി, ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ എന്താണ് ഈ പറയുന്ന രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ട്വിസ്റ്റ് ചെയ്ത് പോകുന്നതിനാണ് ബേസിക്കലി ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ അത് എന്താ പറയാ, ആ ഒരു നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം എന്താണ്. അടുത്തത് അപ്പോ എന്താ പറയാ, കേസ് ഹാർഡനിങ് ആണ്. എക്സ്പോസ്ഡ് സർഫസ് ഓഫ് ദി ടിമ്പർ ഡ്രൈസ് വെരി റാപ്പിഡ്ലി, അതാണ് കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. അപ്പൊ കേസ് ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ടിമ്പറിന്റെ സർഫസ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ എന്താണ് ഡ്രൈ ആയി പോകുന്ന ആ ഒരു കണ്ടീഷനാണ് കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ ആ ഒരു സ്ട്രെങ്ത് ആ ഒരു ഇതിനകത്ത് കുറയും. ഓക്കെ. അത്യാവശ്യം ഒരു മോയ്സ്ചർ കണ്ടന്റ് ഇല്ലെങ്കിൽ, ടിമ്പറിന് അത്യാവശ്യം മോയ്സ്ചർ കണ്ടന്റ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പെട്ടെന്ന് തന്നെ എന്താണ് അതിന്റെ ഒരു സ്ട്രെങ്ത് ലോസ് ആയി പോവും. ഈ പറയുന്ന ബ്രിട്ടിൽ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യും. ഓക്കെ. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സർഫസ് അത്രയും പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് അതിനെ ഡ്രൈ ആയി പോകുന്ന ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ചെക്ക് ആണ്. സോ എ ചെക്ക് ഈസ് എ ക്രാക്ക് വിച്ച് സെപ്പറേറ്റ്സ് ദ ഫൈബേഴ്സ് ഓഫ് വുഡ്. അപ്പൊ ചെക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ പറയുന്ന ഫൈബേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ചെക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് വുഡിന്റെ ഫൈബേഴ്സിനെ എന്താണ് ഇങ്ങനെ എന്താണ് സെപ്പറേറ്റ് ചെയ്യും. ഇനി സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാലോ, ഈ ചെക്ക് എക്സ്റ്റെൻഡ് ഫ്രം വൺ എൻഡ് ടു അദർ. അതായത് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ടിമ്പർ ഇതുണ്ടെങ്കിൽ അതെന്താണ് ഫുള്ള് രണ്ട് കഷ്ണമായിട്ട് രണ്ട് ഇതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു അവസ്ഥയാണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ചെക്ക് ഇപ്പൊ ഈ ഒരു ടിമ്പർ ഇതാണ്, അപ്പൊ അതിനകത്ത് ഇതാണ് ചെക്ക് എങ്കിൽ ഈ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് എന്താണ് വൺ എൻഡ് ടു അതർ എൻഡ് വരെ പോകും. അപ്പൊ എന്താണ് രണ്ടും സ്പ്ലിറ്റ് ആയി രണ്ട് പീസസ് ആയിട്ട് പോകും. അപ്പൊ അതിനാണ് ബേസിക്കലി സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഇനി വാർപ്പ് എന്ന് പറഞ്ഞാൽ, വാർപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ട്വിസ്റ്റഡ് ഔട്ട് ഓഫ് ഷേപ്പ് തന്നെ ഡിസ്റ്റോർട്ട് ആയി പോകുന്ന ആ ഒരു അവസ്ഥയാണ് വാർപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ കൊളാപ്സ് അറിയാം. പിന്നെ ഹണികോം എന്ന് പറഞ്ഞാൽ ആ ഒരു ഹണികോംബ് ഷേപ്പ് ആയിട്ട് പോകുന്നതിനാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത് ഹണികോം സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അടുത്തത് അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഡിഫക്ട്സ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഏതൊക്കെയാ ഫസ്റ്റ് കണ്ട ആദ്യത്തെ ഡിഫക്ട് എന്ന് പറയുന്നത് ഡിഫക്ട് ഡ്യൂ ടു കൺവേർഷൻ ആയിരുന്നു. അതിനകത്ത് നമ്മൾ ചിപ്പ് മാർക്ക് കണ്ടു, ഡയഗണൽ ഗ്രെയിൻ കണ്ടു, ടോൺ ഗ്രെയിൻ കണ്ടു, വെയിൻ കണ്ടു. ഓക്കെ. അപ്പൊ ചിപ്പ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സ് ഓഫ് സൈൻസ് ബൈ ദ ചിപ്സ് ഫൗണ്ട് ബൈ ദ ചിപ്സ്. ഡയഗണൽ ഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രോപ്പർ സോവിങ്, സോ ഡയഗണൽ മാർക്സ് ഫോം ചെയ്യും. ടോൺ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ സ്മോൾ ഡിപ്രഷൻ. പിന്നെ എന്താണ് വെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് റൗണ്ടഡ് ഷേപ്പ് ഫോം ചെയ്യും, റൗണ്ടഡ് ഇതായിട്ടുള്ള ഇത് ഫോം ചെയ്യും. ഓക്കെ. അടുത്ത ഡിഫക്ട്സ് ഡ്യൂ ടു ഫംഗസ് ആയിരുന്നു. ഫസ്റ്റ് നമ്മൾ കണ്ട ബ്ലൂ സ്റ്റെയിൻ ആണ്. സാപ്പ് കളർ ചേഞ്ചസ് ടു ബ്ലൂ. ഓക്കെ. ബ്ലൂ കളറായിട്ട് ചേഞ്ച് ചെയ്യും. പിന്നെ എന്തായിരുന്നു വേണ്ടത്, പിന്നെ നമ്മൾ സാപ്പ് സ്റ്റെയിൻ കണ്ടു, അതിന്റെ സാപ്പ് ലൂസിഡ് കളർ എന്താണ് പിന്നെന്തായിരുന്നു പിന്നെ നമ്മുടെ എന്താ പറയാ ഡിഫക്ട്സ് ഒരു ഫംഗൈ ആയിരുന്നു. അപ്പൊ അതിനകത്ത് തന്നെ ബ്രൗൺ റോട്ട്, ഡ്രൈ റോട്ട്, പിന്നെ വൈറ്റ് റോട്ട്, പിന്നെ വെറ്റ് റോട്ട്, ഇതെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ ബ്രൗൺ റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുലോസ് കോമ്പൗണ്ട് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ദി വുഡ് അസ്യൂംസ് ദി ബ്രൗൺ കളർ. ഡ്രൈ റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ പൗഡർ ആയിട്ട് ഫോം ചെയ്യും. വെറ്റ് റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെറ്റ് റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എന്താ പറയാ ഗ്രേയിഷ് കളർ ഇതായ പൗഡർ ആയിട്ട് മാറും. വൈറ്റ് റോട്ട് എന്ന് പറഞ്ഞാൽ വൈറ്റ് പൗഡർ ആയിട്ട് മാറും. പിന്നെ എന്താ പറയാ അപ്പൊ അതൊക്കെയായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്തത് പിന്നെ നമ്മൾ ഇൻസെക്ട് മൂലം കണ്ടു. ഇൻസെക്ട് മൂലം എന്തായിരുന്നു കണ്ടത്, ഇൻസെക്ട് മൂലം ബീറ്റിൽസ്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ മറൈൻ ബോറേഴ്സ്, ടെർമൈറ്റ്സ്. പിന്നെ ഫംഗസ് അറ്റാക്ക് ചെയ്യണമെങ്കിൽ 20% മുകളിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവണം. അടുത്തത് പിന്നെ നമ്മൾ കണ്ട ഡിഫക്ട്സ് ഒരു നാച്ചുറൽ ഫോഴ്സ് ആയിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കണ്ട ബേൾസ് ഓർ എക്സ്ട്രീസൻസ് ആയിരുന്നു. ഇപ്പോൾ ബേൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഷോക്ക് ഓർ ഇഞ്ചുറി ഫോംഡ്. ഒരു ആ ട്രീയുടെ ആ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ ഒരു ഷോക്ക് ഓർ അല്ലെങ്കിൽ ഇഞ്ചുറിയോ സംഭവിച്ച കാരണം ആ ഒരു ഗ്രോത്ത് ഓഫ് ദ ട്രീ കംപ്ലീറ്റ്ലി അപ്സെറ്റ് ആയിപ്പോയി. അതിനാണ് ബേസിക്കലി എന്ന് പറയുന്നത് ബേൾസ് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന അപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇറഗുലർ പ്രൊജക്ഷൻസ് ഉണ്ടായി ആ ഒരു ട്രീയിൽ. അതാണ് ബേൾസ് എന്ന് പറയുന്നത്. അടുത്തത് എന്തായിരുന്നു, പിന്നെ നമ്മൾ കണ്ടത് എന്താ പറയാ കെമിക്കൽ സ്റ്റെയിൻ ആയിരുന്നു. അപ്പൊ കെമിക്കൽ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കെമിക്കൽ ആക്ഷൻ മൂലം എന്ത് സംഭവിച്ചു, അതിന്റെ ഡിസ്കളർ കളർ ലോസ് സംഭവിച്ചു. പിന്നെ ഡ്രക്സിനസ് കണ്ടു. ഡ്രക്സിനസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വൈറ്റ് ഡീക്കേഡ് സ്പോട്ട്. ഫോക്സിനസ് എന്തായിരുന്നു, റെഡ് ഓർ യെല്ലോ ടിൻറ്റ് ഓർ റെഡിഷ് ബ്രൗൺ സ്പോട്ട് ഇൻ ദി ടിമ്പർ. പിന്നെന്തായിരുന്നു അതുപോലെ പിന്നെ ഷെയ്ക്സ് കണ്ടു, പിന്നെ റിൻഗോൾസ് കണ്ടു. ഓക്കെ.
അപ്പൊ നമ്മൾ അത്യാവശ്യം ഇതെല്ലാം കവർ ചെയ്തു. പിന്നെന്തായിരുന്നു? പിന്നെ നോട്ട്സ് കണ്ടു. ഓക്കെ, ഡെഡ് നോട്ട് എന്താണ്, ലൈവ് നോട്ട് എന്താണ്, ഓക്കെ, റൗണ്ട് നോട്ട്, ടൈറ്റ് നോട്ട്, ഡീക്കേഡ് ഓർ അൺസൗണ്ട് നോട്ട്, ഇതെല്ലാം നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പറയാ, ഷെയ്ക്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സീസണിങ് ആയിരുന്നു ലാസ്റ്റ് പറഞ്ഞത്. ബൗ എന്ന് പറയുമ്പോഴത്തേക്കും കർവേച്ചർ ഫോം അലോങ് ദി ഇൻ ദി ഡയറക്ഷൻ ഓഫ് ലെങ്ത് ഓഫ് ടിമ്പർ. കപ്പാണെങ്കിൽ ഇൻ ദി ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. കേസ് ഹാർഡനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോസ്ഡ് സർഫസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. അതിനാണ് കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. ചെക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ക്രാക്ക് വിച്ച് സെപ്പറേറ്റ് ദ ഫൈബേഴ്സ് ഫ്രം വുഡ്. വുഡിൽ ഫൈബേഴ്സ് സെപ്പറേറ്റ് ചെയ്യും. സ്പ്ലിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് രണ്ട് ചെക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഫൈനലി ആ ഒരു രണ്ടും ബ്രോക്കൺ ഇൻടു 2 പീസസ്. അതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. സോ അടുത്ത് നമ്മൾ ഇനി പറയാൻ പോകുന്നത് മാർക്കറ്റ് ഫോംസ് ഓഫ് ടിമ്പർ ആണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ടിമ്പർ നമുക്ക് പല രീതിയിൽ പല രൂപത്തിൽ നമുക്ക് ഈ പറയുന്ന മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതിന് ഓരോന്നിനും പല പല പേരുണ്ട്. ആ ഒരു പേര് ഡെസിഗ്നേഷൻ വരുന്നത് ബേസിക്കലി ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദി ഡയമെൻഷൻ ഓഫ് ദി ടിമ്പർ. അപ്പൊ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ബാറ്റൺ ആണ്. ബാറ്റൺ എന്ന് കേട്ട് കഴിഞ്ഞാൽ ബേസിക്കലി ബാറ്റൺ എന്ന് പറയുന്ന ഒരു ടിമ്പർ നമ്മൾ ബാറ്റൺ എന്ന് വിളിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഹാവ് ഗോട്ട് സം കൈൻഡ് ഓഫ് എന്താണ് ഒരു സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും. അതായത് ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് ഡു നോട്ട് എക്സീഡ് 50 mm. 50 mm കൂടുതൽ, അതായത് 5 cm കൂടുതൽ ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ്, ബ്രെഡ്ത്തും തിക്നെസ്സും ഇല്ലാത്ത ആ ഒരു ടിമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബാറ്റൺ എന്ന് വിളിക്കുന്നത്. ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് ഡു നോട്ട് എക്സീഡ് 50 mm ഓർ 5 cm. അടുത്തത് ബോൾക്ക് ആണ്. ബോൾക്ക് മീൻസ് സൈസ് 550 to 200 mm സ്ക്വയർ. അതായത് സൈസ് എന്ന് പറയുന്നത് 50 to 200 mm സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് ഏരിയ. ഓക്കെ, സ്ക്വയർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. 50 to 200 mm സ്ക്വയറിൽ അവൈലബിൾ ആവുന്ന ആ ഒരു സൈസിനാണ് നമ്മൾ ബോൾക്ക് എന്ന് പറയുന്നത്. അടുത്ത് ബോർഡാണ്. ബോർഡ് എന്ന് പറഞ്ഞാൽ തിക്നെസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 50 mm ആൻഡ് വിഡ്ത്ത് എക്സീഡ്സ് 150 mm. ഓക്കെ, വിഡ്ത്ത് എന്ന് പറയുന്നത് 150 mm കൂടുതലും, തിക്നെസ് എന്ന് പറയുന്നത് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ, സോ ഷുഡ് ബി ലെസ് ദാൻ 50 mm. 50 mm കൂടുതൽ. ആ ഒരു കേസിനാണ് എന്തെന്ന് പറയുന്നത്? ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളൊരു ടിമ്പറിനെ ബോർഡ് എന്ന് വിളിക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഹാവ് ഗോട്ട് സം കൈൻഡ് ഓഫ് സ്പെസിഫിക്കേഷൻ. അടുത്ത് എൻഡ് ആണ്. എൻഡ് എന്ന് പറഞ്ഞാൽ പറയുന്നില്ല, ഷോർട്ട് പീസസ് ഓഫ് ബാറ്റൺസ്, ഡീൽസ്, സ്കാനിങ്. അപ്പൊ ഡീൽസും സ്കാനിങ് എന്താ നമ്മൾ അടുത്ത് കാണുന്നുണ്ട്. സോ ഷോർട്ട് പീസസ് ഓഫ് ബാറ്റൺസ്, ഡീൽസ് ആൻഡ് സ്കാനിങ്, ഇതിനാണ് എൻഡ് എന്ന് വിളിക്കുന്നത്. സോ എൻഡ് എന്നൊരു ഇത് നമ്മൾ വിളിക്കുന്നതിനാല് ഷോർട്ട് പീസ് ഓഫ് ബാറ്റൺസ് അല്ലെങ്കിൽ ഡീൽസ് അല്ലെങ്കിൽ സ്കാനിങ്, ഇതിനാണ് എൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ നാളെ കണ്ടു ബാറ്റൺ, ബോൾക്ക്, ബോർഡ്, എൻഡ്. അടുത്ത ഡീലാണ്. അപ്പൊ ഡീൽ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞാണ്? ഡീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫ്റ്റ് വുഡ് വിത്ത് പാരലൽ സൈഡ്സ്, അതായത് സോഫ്റ്റ് വുഡ് വിത്ത് പാരലൽ സൈഡ്സ്. ഓക്കെ, അങ്ങനെയുള്ള ടിമ്പറിനെയാണ് നമ്മൾ ഡീൽ എന്ന് വിളിക്കുന്നത്. സോഫ്റ്റ് വുഡ് വിത്ത് പാരലൽ സൈഡ്സ്. ഓക്കെ, അതായത് ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രങ്ക് ഓഫ് എ ട്രീ ഒബ്റ്റൈൻഡ് ആഫ്റ്റർ റിമൂവൽ ഓഫ് ദി ബ്രാഞ്ചസ്. ഓക്കെ, ഈ ബ്രാഞ്ചസ് എന്താണ്? ആ ഒരു ട്രീയുടെ ട്രങ്കിനെയാണ് ലോഗ് എന്ന് വിളിക്കുന്നത്. ആ ബ്രാഞ്ചസ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ട്രീയുടെ ട്രങ്കിനെ മാത്രമാണ് നമ്മൾ ലോഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് പ്ലാങ്ക് ആണ്. പ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ് ലെസ് ദാൻ 50 mm ആൻഡ് വിഡ്ത്ത് എക്സീഡ്സ് 50 mm. ഓക്കെ, ആൻഡ് ടിമ്പർ പീസ് വിത്ത് പാരലൽ സൈഡ്സ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാങ്ക് എന്ന് വിളിക്കുന്നത്. പ്ലാങ്ക് മീൻസ് വുഡൻ പ്ലാങ്ക്സ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? എന്താണ് അത്? തിക്നെസ് ലെസ് ദാൻ 50 mm ആൻഡ് വിഡ്ത്ത് എക്സീഡ്സ് 50 mm. ഓക്കെ, ആൻഡ് ടിമ്പർ പീസസ് വിത്ത് പാരലൽ സൈഡ്സ്. ടിമ്പർ പീസസ് വിത്ത് പാരലൽ സൈഡ്സ്, ഇതാണ് ആ പ്ലാങ്കിന്റെ എന്താണ് ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത് പോൾ ഓർ സ്പാർ. സോ ലോങ് ലോഗ്ഡ് ആയ ഈസ് ലെസ് ദാൻ 200 mm, അവരാണ് പോൾ ഓർ സ്പാർ എന്ന് പറയുന്നത്. അപ്പൊ ലോഗ്ഡ് ഈ പറയുന്ന ട്രീ ട്രങ്കിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ 200 mm. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പോൾ ഓർ സ്പാർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സ്കാൻലിങ്സ് ആണ്. ടിമ്പർ പീസ് ഹൂസ് ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് എക്സീഡ്സ് 50 mm ബട്ട് ലെസ് ദാൻ 200 mm. അതിനാണ് സ്കാൻലിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് ടിമ്പർ പീസ് അതിന്റെ ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് എന്ന് പറയുന്നത് എക്സീഡ്സ് 50 mm പക്ഷെ ലെസ് ദാൻ 200 mm. 200 mm, അതായത് 50നും 200നും ഇടയ്ക്കുള്ള ആ ഒരു ടിമ്പർ പീസിനെയാണ് ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് അതിന്റെ ടിമ്പർ പീസിനാണ് നമ്മൾ സ്കാൻലിങ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത്. ആദ്യം പറഞ്ഞു നമ്മൾ ബാറ്റൺസ് പറഞ്ഞു, പിന്നെ ബ്ലോക്ക് പറഞ്ഞു, പിന്നെ എന്താണ് ബോർഡ് പറഞ്ഞു, പിന്നെ എൻഡ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡീൽ, ലോഗ്, പ്ലാങ്ക്, പോൾ ഓർ സ്പാർ, സ്കാൻലിങ്സ്. ഇത്രയാണ് മാർക്കറ്റ് ഫോംസ് ഓഫ് ടിമ്പർ എന്ന് പറയുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ ടിമ്പർ ഉണ്ട്. അതായത് നമ്മൾ ഇൻഡസ്ട്രിയൽ പേർപ്പസിനായിട്ട് പല കാര്യങ്ങളും നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഡെവലപ്പ് ചെയ്ത ടിമ്പേഴ്സിന് ഇൻഡസ്ട്രിയൽ ടിമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫസ്റ്റ് വൺ വെനീർ ആണ്. വെനീർ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദി തിൻ ഷീറ്റ്സ് ഓർ സ്ലൈസ് ഓഫ് വുഡ് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി
തിക്നെസ് വേരീസ് ഫ്രം 0.4 to 0.6 mm. അതായത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഷീറ്റാണ്, തിന്നായിട്ടുള്ള ഷീറ്റാണ്. 0.4 to 6 mm ആണ് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. സോ അതാണ് വെനീസ് എന്ന് പറയുന്നത്. അപ്പോൾ വെനീസ് ഇങ്ങനെ അടുക്കി ഓരോ ഒരു തിൻ ഷീറ്റ്സ് ഇങ്ങനെ അടുക്കി വച്ചിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. ഓക്കെ, അതായത് ഈ പറയുന്ന വേറെ ഫോംസ് ഓഫ് ടിമ്പർ ഉണ്ടാക്കും. ഓക്കെ, ഇപ്പൊ പ്ലൈവുഡ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. അതായത് എന്താണ് വെനീഴ്സ് എന്ന് പറയുന്നത് തിൻ ലെയർ ഓർ എന്താണ് ഈ പറയുന്ന പ്ലൈവുഡ് ഉണ്ടാക്കുന്നത് വെനീഴ്സ് ഇങ്ങനെ അടുക്കി പല നമ്പർ ഓഫ് വെനീഴ്സ് വെച്ചിട്ടാണ് പ്ലൈവുഡ് ഉണ്ടാക്കുന്നത്. ദീസ് ആർ പ്രിപ്പയർഡ് ഫ്രം തിൻ ലെയേഴ്സ് ഓർ വെനീഴ്സ്. ഓക്കെ, അപ്പോൾ വെനീഴ്സ് എന്ന് പറഞ്ഞാൽ 0.4 to 6 mm ആണ് ഒരു ഷീറ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന പ്ലൈവുഡ് അത് നമ്പർ ഓഫ് പ്ലൈവുഡ് ഇത് കൂട്ടും. ഓക്കെ, അപ്പൊ അത് എന്താ പറയാ, പ്ലൈവുഡ് പ്രിപ്പയർഡ് ഫ്രം മോർ ദാൻ 3 പ്ലൈസ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് മൾട്ടിപ്ലൈ. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലൈവുഡ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ എന്ന് പറയുന്നത് ദ പ്ലൈവുഡ് പ്രിപ്പയർഡ് ഫ്രം മോർ ദാൻ 3 പ്ലൈസ്. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത് മൾട്ടിപ്ലൈ. ആൻഡ് തിക്നെസ് ഓഫ് മൾട്ടിപ്ലൈ 6 mm to 25 mm ആണ് അതിന്റെ ആ ഒരു മൊത്തം തിക്നെസ്. ദ തിക്നെസ് ഓഫ് 5 ply sheets vary from 6 to 9 mm and the thickness of lamin boards varied from 12 to 25 mm. Okay, അപ്പം ജസ്റ്റ് നോക്കുക പ്ലൈവുഡ് എന്താണ്. അടുത്ത ഇംബ്രക് ടിമ്പർ, എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇംബ്രക് ടിമ്പർ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇംബ്രക് ടിമ്പർ എന്ന് പറഞ്ഞാൽ ടിമ്പർ വിച്ച് ഈസ് ഫുള്ളി ഓർ പാർട്ട്ലി കവേർഡ് വിത്ത് റെസിൻസ്. അപ്പൊ ഈ റെസിൻ മെറ്റീരിയൽസ് ആയിട്ട് ഇങ്ങനെ ഫുള്ളി അല്ലെങ്കിൽ പാർട്ട്ലി കവർ ചെയ്ത ആ ഒരു ഇതിനാണ് ഇംബ്രക് ടിമ്പർ എന്ന് പറയുന്നത്. അപ്പൊ റെസിൻ ആയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഫിനോൾ ഫോർമാൽഡിഹൈഡ് ആണ്. ഓക്കെ, അതാവണമെന്ന് നിർബന്ധമില്ല, പക്ഷെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഫിനോൾ ഫോർമാൽഡിഹൈഡ് ആണ് റെസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ദ ടിമ്പർ വിച്ച് ഈസ് ഫുള്ളി ഓർ പാർട്ട്ലി കവേർഡ് വിത്ത് റെസിൻസ്, അതിനാണ് ഇതെന്ന് പറയുന്നത് ഇംബ്രക് ടിമ്പർ എന്ന് പറയുന്നത്. സോ വാട്ട് അബൌട്ട് കംബ്രക് ടിമ്പർ? ഈ പറയുന്ന ഇംബ്രക് ടിമ്പർ തന്നെ അതിനൊന്നും കൂടെ എന്താണ് ഹൈ പ്രഷറിൽ എന്താണ് കംപ്രസ് ചെയ്യുന്നതിനാണ് കംബ്രക് ടിമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇംബ്രക് ടിമ്പർ കംബ്രക് ടിമ്പർ സെയിം ആസ് ദാറ്റ് ഓഫ് ഇംബ്രക് ടിമ്പർ ബട്ട് ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് അണ്ടർ ഹയർ പ്രഷറിലാണ് അതിനെ കംപ്രസ് ചെയ്യുന്നതിൽ കംബ്രക് ടിമ്പർ എന്ന് പറയും. ഓക്കെ, അടുത്ത ഗ്ലൂ ലാം ആണ്. അതായത് ഗ്ലൂഡ് ആൻഡ് ലാമിനേറ്റഡ് വുഡ്, അതായത് ഗ്ലൂഡ് ആൻഡ് ലാമിനേറ്റഡ് വുഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗ്ലൂ ലാം എന്ന് പറയുന്നത്. ഈ ഗ്ലൂ ലാം നമ്മൾ പല പർപ്പസിന് യൂസ് ചെയ്യാറുണ്ട്. ഈവൻ നമ്മൾ ഈ പറയുന്ന ബീംസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഫോറിൻ കൺട്രീസിലൊക്കെ നമ്മൾ ഈ പറയുന്ന സ്ട്രക്ചറൽ മെറ്റീരിയൽസ് ആയിട്ട് ഈ പറയുന്ന ഗ്ലൂ ലാം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലൈറ്റ് ഇൻ വെയിറ്റ് ആയിരിക്കും ബട്ട് സ്ട്രക്ചറൽ മെറ്റീരിയൽ ക്യാൻ ബി യൂസ് ആസ് എ സ്ട്രക്ചറൽ മെറ്റീരിയൽ. അടുത്ത ഹാർഡ് ബോർഡ് ആണ്, മെയ്ഡ് ഫ്രം വുഡ് പൾപ്പ് which is compressed to make usually of 3 mm thick. Okay, അപ്പോൾ ഹാർഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഫ്രം വുഡ് പൾപ്പ് which is compressed to make usually of 3 mm thick. 3 mm thickലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് ചെയ്യാറ് and it is made from wood pulp. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടിമ്പറിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് ടിമ്പർ പറഞ്ഞു, പിന്നെ എന്താണ് അതിന്റെ എന്താ പറയുക സ്ട്രക്ചർ കണ്ടു, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ആദ്യം ടൈപ്സ് ഓഫ് ട്രീസ് ആണ് കണ്ടത്, പിന്നെ അതിന്റെ സ്ട്രക്ചർ കണ്ടു, പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡിഫിക്സ് കണ്ടു, പിന്നെ മാർക്കറ്റ് ഫോംസ്, പിന്നെ ഇൻഡസ്ട്രിയൽ ഫോംസ്. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ടിമ്പറിലുള്ളത്. ദെൻ അടുത്തത് നമുക്ക് ഇന്ന് പുതിയത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കിന്ന് സിമെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സിമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് സോ സിമെന്റ് നമുക്കറിയാം ലോകത്തിലെ തന്നെ വാട്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സെക്കൻഡ് മോസ്റ്റ് കൺസ്യൂംഡ് മെറ്റീരിയൽ ഇൻ ദി വേൾഡ് അതാണ് സിമെന്റ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ആ സിമെന്റിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന്. ഇപ്പോഴും കാര്യം നമ്മൾ കുറേ സ്റ്റീൽ അതേപോലത്തെ ഉള്ള ഈ പറയുന്ന കൺസ്ട്രക്ഷനിലേക്ക് മാറിയെങ്കിലും ഇപ്പോഴും നമ്മൾ ഇത്രയും ഭയങ്കരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു എന്താ പറയാ ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് സിമെന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ആസ്പർതി പല ഇത് പ്രകാരം റിപ്പോർട്ട്സ് പ്രകാരം ഇറ്റ് ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് കൺസ്യൂംഡ് മെറ്റീരിയൽ ഇൻ ദി വേൾഡ് ആൻഡ് വിച്ച് ഈസ് സെക്കൻഡ് ടു ഓൺലി വാട്ടറിലാണ് വാട്ടറാണ് ഏറ്റവും കൺസ്യൂം ചെയ്യുന്ന മെറ്റീരിയൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് സിമെന്റ് ആണ്. ഓക്കെ, അപ്പൊ so cement was invented by Joseph Aspdin in England in 1824. അപ്പോൾ 1824ലാണ് സിമെന്റ് കണ്ടുപിടിക്കുന്നത്. സോ നമുക്കിനി ആദ്യം തന്നെ അതിന്റെ കോമ്പോസിഷൻ ഓഫ് സിമെന്റിലേക്ക് പോകാം. അപ്പൊ എന്താണ് കോമ്പോസിഷൻ ഓഫ് സിമെന്റ് എന്ന് പറയുന്നത്? ബേസിക്കലി സോ കോമ്പോസിഷൻ ഓഫ് സിമെന്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഒന്ന് ആർഗിലേഷ്യസ് മെറ്റീരിയൽസ്. ആർഗിലേഷ്യസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അബൌട്ട് ക്ലേ ആൻഡ് കാൽക്കേരിയസ് മെറ്റീരിയൽ. സോ കാൽക്കേരിയസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അബൌട്ട് കാൽഷ്യം.
സോ രണ്ട് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. നൗ വി ക്യാൻ സ്പെസിഫിക്കലി കം ഇൻ ടു ഈച്ച്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ലൈമാണ്. അപ്പോൾ നമുക്കറിയാം, ആദ്യമേ നമ്മൾ ഈ പറയുന്ന സിമെന്റിന് മുമ്പായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ലൈമായിരുന്നു. അപ്പോൾ ലൈം മോട്ടാർ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ സിമെന്റിന് പകരം ലൈമായിരുന്നു. അപ്പൊ എന്താ പറയാ, അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ സിമെന്റ് ന്റെ ഉപയോഗം തുടങ്ങിയതോടുകൂടി ലൈം വെച്ചിട്ടുള്ള മോട്ടാറും അല്ലെങ്കിൽ ലൈം വെച്ചിട്ടുള്ള കോൺക്രീറ്റ് ഒക്കെ വളരെയധികം കുറഞ്ഞു. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഹാസ് എന്താണ് മച്ച് മോർ അഡ്വാൻറ്റേജ് ദാൻ കൈൻഡ് ഓഫ് എന്താണ് ലൈം ഇതിനേക്കാളും ഒരുപാട് അഡ്വാൻറ്റേജ് സിമെന്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് മാറിയത്. ഓക്കെ, പക്ഷെ എന്നിരുന്നാൽ കൂടി സിമെന്റിന്റെ ഏറ്റവും മോസ്റ്റ് ടോപ്പ് ഏറ്റവും ഹയസ്റ്റ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു മേജർ ചങ്ക് ഓഫ് ഇതുള്ളത് എന്ന് പറയുന്നത് ലൈമിനാണ്. ദാറ്റ് ഈസ് യു ക്യാൻ സീ ദ പെർസെന്റേജ് 62 to 67% ആണ് ലൈം ഉള്ളത്. ഓക്കെ, സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് സിമെന്റ്. അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഏറ്റവും ഒരു ലൈം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് അത് ബൈൻഡിങ് പ്രോപ്പർട്ടി കൂടുതലുള്ളതാണ്. അത് ആണ് സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്ന ആ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് ലൈമാണ്. സോ ദിസ് ഈസ് ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് ഇൻ സിമെന്റ്, ദ ലൈം. ഇനി എന്താണ് ലൈം ചെയ്യുന്നത്? ഇഫ് ദ ലൈം ഈസ് ഇൻ ഡെഫിഷ്യൻസി സ്ട്രെങ്ത് ഓഫ് ദി സിമെന്റ് ഡിക്രീസ് ചെയ്യും ആൻഡ് ഇറ്റ് കോസസ് സിമെന്റ് സെറ്റ് ക്വിക്കലി. ആൻഡ് ഇത് ഇനി അത് കൂടുതലാണെങ്കിൽ ഈ പറയുന്ന സെറ്റിംഗ് എന്താ പറയാ ലൈം ഈ ഒരു 62 to 67% ആ ഒരു റേഞ്ചിൽ നിന്നില്ല, അതിൽ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് മേക്ക് ദ സിമെന്റ് അൺസൗണ്ട്. ആ അൺസൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? സൗണ്ട്നെസ് അല്ലെങ്കിൽ അൺസൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു എക്സ്പാൻഷൻ. അതായത് ഒരു നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ഭയങ്കര രീതിയിൽ അത് എക്സ്പാൻഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ ഒരു എക്സ്പാൻഷൻ ആണ് സംഭവിക്കും. അപ്പൊ അതിനാണ് അൺസൗണ്ട്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ആ അൺസൗണ്ട് ആവും, സിമെന്റ് അൺസൗണ്ട് ആവും ആൻഡ് കോസസ് ദ സിമെന്റ് ടു എക്സ്പാൻഡ് ആൻഡ് ഡിസിന്റഗ്രേറ്റ്. സോ ഇറ്റ്സ് അബൌട്ട് ദി എന്താണ് ഒരു ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് ആണ് ലൈം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പെർസെന്റേജ് പഠിച്ചു വെക്കുക, 62 to 67% ആണ് അതിന്റെ റേഞ്ച് പറയുന്നത്, ഓർ 62%. അപ്പൊ അതിന്റെ റേഞ്ച് 62 to 67% ഓർത്ത് വെക്കുക. അടുത്തത് സോറി ഞാൻ അത് ആക്കിയില്ലായിരുന്നു. ഓക്കെ, അടുത്തത് സിലിക്കയാണ്. അപ്പൊ സിലിക്ക നമുക്കറിയാം, സിലിക്ക അതിന്റെ മേജർ എന്താണ് അല്ലെങ്കിൽ മേജർ പർപ്പസ് അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗീവ്സ് ഓർ ഇമ്പാർട്സ് സ്ട്രെങ്ത് ടു ദ സിമെന്റ്. നമുക്കറിയാം നമ്മുടെ ഈ പറയുന്ന ബോക്സ് കോമ്പൗണ്ട് ആയിട്ടുള്ള ഡൈകാൽഷ്യം സിലിക്കേറ്റ് ഉണ്ട്, ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ഉണ്ട്. രണ്ടും സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ്. സോ സിലിക്ക എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ട് എന്താണ് സിമെന്റിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് ഇറ്റ് വിൽ ഗീവ് ദ ഓർ ഇറ്റ് ഗീവ്സ് ഓർ ഇമ്പാർട്ട് സ്ട്രെങ്ത് ടു ദി സിമെന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇതാണ് സിലിക്ക എന്ന് പറയുന്നത്. 70 to 25% ഓഫ് ദി ഷെയർ ഈസ് ഗോയിങ് ടു ദി സിലിക്ക. ഓക്കെ, ഓർ സിംപ്ലി നമുക്ക് ഒരു റേഞ്ച് അല്ലെങ്കിൽ ഒരു പെർസെന്റേജ് പറയുകയാണെന്ന് നോക്കുകയാണെങ്കിൽ 22%. ഓക്കെ, so if silica is present in excess, the strength of cement increases, but its setting times is prolonged. Okay, അപ്പോൾ സിലിക്ക നമ്മൾ സിമെന്റിൽ കൂടുതൽ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതിന്റെ സ്ട്രെങ്ത് ഒക്കെ നല്ലതായിട്ട് ഇൻക്രീസ് ചെയ്യും. പക്ഷെ എന്ത് സംഭവിക്കും? ഈ സെറ്റിംഗ് ടൈംസ് ഇസ് പ്രൊലോങ്ഡ്, അതിന്റെ സെറ്റിംഗ് ടൈം ഒരുപാട് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ അത് ഫേവർ ചെയ്യില്ല. പക്ഷെ ഫോർ സ്പെഷ്യൽ കണ്ടീഷൻസ് നമുക്കത് യൂസ് ചെയ്യാം. എനിവേ അതിനുള്ള നമ്മൾ ടൈപ്സ് ഓഫ് സിമെന്റിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്തത് അലൂമിനിയാണ്. അലൂമിന ബേസിക്കലി എന്താണ്? അലൂമിന എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ്? ഇറ്റ്സ് അബൌട്ട് ദി ക്വിക്ക് സെറ്റിംഗ്. അതിന്റെ ഒരു സെറ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ദി സിമെന്റിനെയാണ് അത് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. Okay, so the purpose of alumina in the cement is to control the setting property, or it imparts quick setting property to cement. അതായത് ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി, അതായത് ഈ പറയുന്ന സിമെന്റ് പെട്ടെന്ന് തന്നെ ഫ്ലാഷ് സെറ്റിംഗ് സംഭവിക്കും പറയുന്ന അലുമിന കണ്ടന്റ് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ അലുമിനയുടെ ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് 3 to 8% ഉള്ളൂ, or 5% ഉള്ളൂ. പക്ഷെ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഓക്കെ, since the share of the alumina is low, but the impact it is having in the cement is very high. Okay, so എന്താണ്? It lowers the clinkering temperature. If alumina is in excess, it weakens the cement. അത് സിമെന്റിനെ വീക്കൻ ചെയ്യാനും അതിന്റെ ഒരു ഡ്യൂറബിൾ പ്രോപ്പർട്ടീനെ നമുക്ക് അതിനെ എന്താണ് സിമെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്യൂറബിൾ അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റീനെ എന്താണ് വളരെ രീതിയിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് കൂടിയാണ് അലൂമിന. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കാൽഷ്യം സൾഫേറ്റ്, ഓർ സിംപ്ലി ജിപ്സം. അപ്പോൾ ജിപ്സം എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യുന്നത് ബേസിക്കലി എന്താണ്? നമ്മളത് സിമെന്റിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്. ഓക്കെ, ഫൈൻ, നമ്മളത് ആ ഒരു ലേറ്റർ സ്റ്റേജിലാണ് നമ്മൾ ജിപ്സം ആഡ് ചെയ്യുന്നത്. ഈ പറയുന്ന ജിപ്സം ആഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ in order to control അലൂമിനയുടെ ആ ഒരു ഫ്ലാഷ് സെറ്റിംഗ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി അലൂമിന ഇമ്പാർട്ട് ചെയ്യും. സോ ആ ഒരു അലൂമിനയുടെ ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടീനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് റീറ്റാർഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന ജിപ്സം ആഡ് ചെയ്യുന്നത്. in order to control the, or in order to
retard the cement, or it is we are adding gypsum into cement as a retardant. അപ്പൊ നമ്മൾ ആ ഒരു ഫ്ലാഷ് സെറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഫ്ലാഷ് സെറ്റിംഗ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്, കാൽഷ്യം സൾഫേറ്റ് ആഡ് ചെയ്യുന്നത്. അതിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 3 to 4% ആണ്, ഓർ സിംപ്ലി 4% ആണ് ജിപ്സത്തിന്റെ ആ ഒരു എന്താ പറയാ ഈ പറയുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കാൽഷ്യം സൾഫേറ്റ്, സോ അത് ലേറ്റർ സ്റ്റേജിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമുക്കറിയാം ക്ലിങ്കർ ഫോം ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ അത് ആഡ് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. അപ്പൊ അതാണ് കാൽഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡ് എവിടെ കേട്ടാലും അതിപ്പോ ബ്രിക്കിലാണെങ്കിലും അതിപ്പോ സിമെന്റിലാണെങ്കിലും എന്താണെങ്കിലും എന്താണ് അത് ഇമ്പാർട്ട് ചെയ്യുന്ന കളറാണ്. അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇമ്പാർട്ട്സ് കളർ. ഓഫ് കോഴ്സ് ഇറ്റ് വിൽ സം കോൺട്രിബ്യൂട്ട് സംതിങ് സം ടു ദി ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്. സ്റ്റിൽ അതിന്റെ മേജർ പർപ്പസ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഇറ്റ് ഇമ്പാർട്ട്സ് കളർ. ഓക്കെ, അയൺ ഓക്സൈഡ് ഒരു റെഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ബ്രിക്കിന് ഒരു കളർ കൊടുക്കുന്നത് അയൺ ഓക്സൈഡ് ആണ്. ഓക്കെ, അയൺ ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, അതേപോലത്തെ കോമ്പൗണ്ട് എന്നൊക്കെ പറയുന്നത് ബേസിക്കലി അതിന്റെ ഒരു മേജർ പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ഇമ്പാർട്ട്സ് കളർ. ഓക്കെ, സോ 3 to 4% ആണ് എന്താ പറയാ അതിന്റെ കളർ, അതിന്റെ ഒരു പെർസെന്റേജ് എന്ന് പറയും. നൗ ഇറ്റ്സ് അബൌട്ട് മഗ്നീഷ്യം. മഗ്നീഷ്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഗീവ്സ് ഹാർഡ്നെസ് ആൻഡ് കളർ ടു സിമെന്റ്. അതും ഹാർഡ്നെസ്സും കളറും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ആൻഡ് മഗ്നീഷ്യം ഇൻ എക്സസ് ആണെങ്കിൽ സിമെന്റ് മിക്സ് ആണ്. അപ്പൊ 3 കോമ്പൗണ്ട്സ് ആണ് മെയിൻ ആയിട്ട്, 3 കോമ്പൗണ്ട്സ് ആണ് മെയിൻ ആയിട്ട് അൺസൗണ്ട്നെസ്സിനെ, സിമെന്റ് അൺസൗണ്ട് അല്ലെങ്കിൽ ഒരു ഭയങ്കര രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അൺസൗണ്ട് ആക്കുന്നതിൽ 3 കോമ്പൗണ്ട്സ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ലൈം, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഗ്നീഷ്യ, 3 പറഞ്ഞാൽ സൾഫർ. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ദി സൾഫർ. സോ അതിന്റെ പെർസെന്റേജ് പറഞ്ഞാൽ 1 to 3% ആണ്. ആൻഡ് ഇറ്റ് ഈസ് മേക്കിംഗ് സൗണ്ട്നെസ് ടു സിമെന്റ്. സോ 3 കോമ്പൗണ്ട് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ലൈം, ഈ പറയുന്ന മഗ്നീഷ്യ ആൻഡ് സൾഫർ. സോ ഫ്രീ ലൈം, ഫ്രീ മഗ്നീഷ്യ ആൻഡ് സൾഫർ, അതിന്റെ എക്സസ് ഇതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ്, സിമെന്റ് വിൽ ഹാവ് ദി അൺസൗണ്ട് പ്രോപ്പർട്ടി. ഓക്കെ, ആൻഡ് ഫൈനലി ഒരു ആൽക്കലി കണ്ടന്റ് കൂടി ഉണ്ടാവും. സോ ആൽക്കലീസിൽ 1% ഏകദേശം 1% എന്താണ് ഇതിനകത്ത് പ്രസന്റ് ആയിരിക്കും ഈ പറയുന്ന സിമെന്റിൽ. നൗ വി ക്യാൻ ടോക്ക് അബൌട്ട് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ആസ് ഫാർ ആസ് ദി സിമെന്റ് ഇസ് കൺസേൺഡ്. അപ്പൊ സിമെന്റിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എന്താണ് എല്ലാവരെയും എന്താണ് ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ് ആക്ച്വലി ബോക്സ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. സോ ബോക്സ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഓഫ് ദി സിമെന്റ് എന്താണ് ഹൈ ക്ലിങ്കറിംഗ് ടെമ്പറേച്ചറിലൊക്കെ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താണ് ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് ഫോം ചെയ്യും. ആ ഒരു കോംപ്ലക്സ് കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ബോക്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. സോ ബോക്സ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി 4 കോമ്പൗണ്ട്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, ട്രൈ കാൽഷ്യം അലൂമിനേറ്റ്, ടെട്രാ കാൽഷ്യം അലൂമിനഫ്രൈറ്റ്, ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആൻഡ് ഡൈകാൽഷ്യം സിലിക്കേറ്റ്. ഓക്കെ, സ്പെല്ലിംഗ് തെറ്റാണ്, സോറി, ഞാൻ മാറ്റി തരാം. സോ ട്രൈകാൽഷ്യം അലുമിനേറ്റ് ഉണ്ട്, ടെട്രാ കാൽഷ്യം അലുമിനഫ്രൈറ്റ്, ദെൻ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആൻഡ് ഡൈകാൽഷ്യം സിലിക്കേറ്റ്. സോ ദർ ആർ 2 സിലിക്കേറ്റ് കോമ്പൗണ്ട്സ് ഉണ്ട്, പിന്നെ ഒരെണ്ണം അലുമിനേറ്റ് ബേസ്ഡ് ഓൺ അലുമിനേറ്റ് ഉണ്ട്, പിന്നെ ഒരെണ്ണം എന്താണ് എല്ലാം കൂടെ ചേർന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. അപ്പൊ ഓരോന്നും എന്താന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ട്രൈകാൽഷ്യം അലുമിനേറ്റ്, ഓർ സിംപ്ലി വി ക്യാൻ കോൾ ഇറ്റ് ആസ് C3A. ഓക്കെ, അപ്പൊ C3A എന്ന് പറയുന്നത് ബേസിക്കലി ആ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് വിത്തിൻ 24 hours. അതായത് വാട്ടർ സിമെന്റിലേക്ക് ആഡ് ചെയ്തിട്ട് 24 മണിക്കൂറിനുള്ളിൽ ഫോം ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് ട്രൈ കാൽഷ്യം അലുമിനേറ്റ് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന വാട്ടർ സിമെന്റിലേക്ക് ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്താണ്, അല്ല സോറി, വെൻ വാട്ടർ ഈസ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ദി കെമിക്കൽ റിയാക്ഷൻ happen due to the when water is added to cement. വാട്ടർ സിമെന്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഈ പറയുന്ന ഹൈഡ്രേഷൻ എന്ന് പറയുന്ന. ഈ ഹൈഡ്രേഷന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ബോക്സ് കോമ്പൗണ്ട്, ഹൈഡ്രേറ്റഡ് ബോക്സ് കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ട്രൈ കാൽഷ്യം അലുമിനേറ്റ് എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നത് വിത്തിൻ 24 hours ആഫ്റ്റർ ദി അഡീഷൻ ഓഫ് വാട്ടർ സിമെന്റ്. സിമെന്റിലേക്ക് വാട്ടർ ആഡ് ചെയ്തിട്ട് 24 മണിക്കൂറിനകം ഫോം ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് ട്രൈ കാൽഷ്യം അലുമിനേറ്റ്. ആൻഡ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ട്രൈ കാൽഷ്യം അലുമിനേറ്റ്? ഇത് ഇൻക്രീസ് ദ സെറ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് സിൻ. അതായത് ഇത് എന്താണ് ഡിക്രീസസ് ദി അല്ലെങ്കിൽ ക്വിക്ക് സെറ്റിംഗ്, അല്ലെങ്കിൽ ആ സെറ്റിംഗ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ സെറ്റിംഗ് എന്ന് പറയുന്നതാണ് പെട്ടെന്നാക്കും. അപ്പൊ സെറ്റിംഗ് പ്രോപ്പർട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റ് ഏത്, അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് ട്രൈ കാൽഷ്യം അലുമിനേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കോൾഡർ റീജിയൻസ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ പറയുന്ന സെറ്റിംഗ് ടൈം റെഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്, നമുക്ക് ട്രൈ കാൽഷ്യം അലുമിനേറ്റ് കൂടുതലുള്ള ഹൈ അലുമിന കണ്ടന്റ് ഉള്ള സിമെന്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് ആണ്. അപ്പൊ ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ദിസ് കോമ്പൗണ്ട് ഈസ് ഫോംഡ് വിത്തിൻ എ വീക്ക്.
or so after the addition of water. അതായത് വാട്ടറിലേക്ക് സിമെന്റിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കകം ഉണ്ടാവുന്ന ഒരു കോമ്പൗണ്ട് ആണ് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്. സോ അതിന്റെ മേജർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇമ്പാർട്ടിംഗ് സ്ട്രെങ്ത്, വെറും സ്ട്രെങ്ത് അല്ല, ഏർലി സ്റ്റേജിൽ സ്ട്രെങ്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കോമ്പൗണ്ട് ആണ് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്. സോ it is mainly responsible for imparting the strength to the cement in early period of setting. Okay, അപ്പൊ early strengthനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കോമ്പൗണ്ട് ആണ് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് അല്ലെങ്കിൽ C3S. C3S ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി early സ്റ്റേജ് ഗ്രോത്ത് അല്ലെങ്കിൽ early സ്റ്റേജ് എന്താണ് ഈ പറയുന്ന early സ്റ്റേജിലെ ആ ഒരു സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നതാണ് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് അല്ലെങ്കിൽ C3S എന്ന് പറയുന്നത്. ഓക്കെ, ഏർലി സ്ട്രെങ്ത് ആണ്, നോട്ട് ലേറ്റർ സ്ട്രെങ്ത്, ഏർലി സ്ട്രെങ്ത് C3S. അപ്പൊ 28 ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ട്രൈ കാൽഷ്യം സിലിക്കേറ്റിന്റെ പരിപാടിയും തീരും. ബാക്കിയെല്ലാം പിന്നെ എന്താണ്, ആരാണ് നോക്കുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രസീവ് സ്ട്രെങ്ത്തിലേക്ക് വരുമ്പോഴത്തേക്കും C2S എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിരിക്കും എന്താ സിമെന്റിന് പിന്നെ പ്രോഗ്രസീവ് സ്ട്രെങ്ത് കൊടുക്കുന്നത്. സോ ഡൈ കാൽഷ്യം സിലിക്കേറ്റ് C2S ഈസ് responsible for giving the progressive strength or later strength to the cement. Okay, അപ്പൊ C2S ആണ് പ്രോഗ്രസീവ് സ്ട്രെങ്ത്, പക്ഷെ മറ്റേ early strength എന്ന് പറയുന്ന ട്രൈ കാൽഷ്യം. ഓക്കെ, നൗ ടെട്രാ കാൽഷ്യം അലൂമിനോഫെറേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കൂടെ ഉണ്ടാവുന്നുണ്ട്. സോ ബേസിക്കലി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത് വൈസും വേറൊരു വൈസും എന്താണ് ഒരു സിഗ്നിഫിക്കൻസും ഇല്ല, സിമെന്റിൽ ഒരു സിഗ്നിഫിക്കൻസും ഇല്ലാത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ടെട്രാ കാൽഷ്യം അലൂമിനോഫെറേറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണ്. അപ്പോൾ ഈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഹൈഡ്രേഷൻ, അതായത് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഹാപ്പൻഡ് വെൻ ദ വാട്ടർ ഈസ് ആഡഡ് ടു സിമെന്റ്. ഓക്കെ, സിമെന്റിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് എ റിലേറ്റഡ് ടു വാട്ടർ. അപ്പൊ ഈ പറയുന്ന ഈ ഹൈഡ്രേഷൻ മൂലമാണ് എന്താണ് ഈ പറയുന്ന ഹൈഡ്രേറ്റഡ് ബോക്സ് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്ന ഹൈഡ്രേറ്റഡ് കോമ്പൗണ്ട്സ് ഉണ്ടാവും. അതാണ് ഈ പറയുന്ന സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ ഇമ്പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയാ, ഇനി ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത്, അതായത് ഹൈഡ്രേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ പുറത്തേക്ക് എന്താണ് എവിക്ട് ചെയ്യുന്ന ആ ഒരു ഹീറ്റിനാണ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സോതെർമിക് പ്രോസസ് ആണ്. അതായത് ഹൈഡ്രേഷൻ പ്രോസസ്സ് പറഞ്ഞാൽ എക്സോതെർമിക് പ്രോസസ് ആണ്. ഓക്കെ, എക്സോതെർമിക് പ്രോസസ് ആണ് ഹൈഡ്രേഷൻ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഹൈഡ്രേഷൻ പ്രോസസ്, അപ്പൊ ഈ പറഞ്ഞ ഹീറ്റ് പുറത്തേക്ക് തള്ളുന്ന ആ ഒരു ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹീറ്റ് ഓഫ് എവല്യൂഷൻ ഇതിന്റെ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോമ്പൗണ്ടിനും വ്യത്യാസമുണ്ട്. ഓരോ കോമ്പൗണ്ടും പുറത്തേക്ക് എഫക്ട് ചെയ്യുന്ന ആ ഒരു ഹീറ്റ് എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോ എന്താ പറയാ, C3A അതിനകത്ത് തന്നെ ടോപ്പ് ലിസ്റ്റിൽ വരുന്ന ഇതാണ് C3A. ഓക്കെ, C3A എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ അതിൽ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ് C3A. അത് കഴിഞ്ഞിട്ട് C4AF, പിന്നെ C3S, C2S. ഇതാണ് അതിന്റെ ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്താണ് ഈ പറയുന്ന ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടി കഴിഞ്ഞാലും പ്രശ്നം. ഈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഈ പറയുന്ന ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതോറും ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഈ പറയുന്ന എന്താ പറയാ ഹൈ അലൂമിന സിമെന്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഹൈ അലൂമിന സിമെന്റ് ഒക്കെ അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിനും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യില്ല. കാരണം ക്രാക്ക് ഫോം ചെയ്യും. കാരണം ഈ പറയുന്ന ഹൈ അലൂമിന സിമെന്റ് കണ്ടന്റ് കൂടുതലുള്ള ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടുതലായിരിക്കും. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടുതലായത് കൊണ്ട് എന്താണ് ഈ പറയുന്ന പെട്ടെന്ന് തന്നെ ഇങ്ങനെ എന്താ പറയാ ക്രാക്സ് അവിടെ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഒരുപാട് കൂടി കഴിഞ്ഞാൽ ക്രാക്സ് ഫോം ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈ അലൂമിന സിമെന്റ് സിമെന്റ് നമുക്ക് ഈ പറയുന്ന ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതെന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടുതലുള്ള സിമെന്റ്സ് ആണ്. കാരണം എന്താ അതിനകത്ത് C3A കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പോൾ C3A കണ്ടന്റ് ആണ് എന്ത് C3A കോമ്പൗണ്ട് ആണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ഓഫ് ഇവോൾവ് ചെയ്യിക്കുന്നത്. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഏറ്റവും കൂടുതലുള്ള കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ C3A ആണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്, അതേപോലെ പഠിച്ചു വെക്കുക. C3A. ഓക്കെ, C3A ആണ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഏറ്റവും കൂടുതലുള്ള ആ ഒരു ഇത് കലോറി പെർ ഗ്രാം. ഓക്കെ, കലോറി പെർ ഗ്രാം. അപ്പൊ ഇത്രയും എനർജി അല്ലെങ്കിൽ പുറത്തേക്ക് വിടുന്ന ആ ഒരു പ്രോസസ്. ഓക്കെ, അപ്പൊ C3A എന്ന് പറയുന്നത് ബേസിക്കലി ഏറ്റവും കൂടുതൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. അത് കഴിഞ്ഞാൽ വരുന്ന C4AF, പിന്നെ C3S, പിന്നെ C2S. അപ്പൊ അതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ് ആണ്. അപ്പൊ നമുക്കറിയാം മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഡ്രൈ പ്രോസസ്സും ഉണ്ട്, ഒന്ന് വെറ്റ് പ്രോസസ്സും ഉണ്ട്. ഓക്കെ,
അപ്പൊ ഡ്രൈ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വി ആർ നോട്ട് യൂസിങ് എനി കൈൻഡ് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പൊ ഇപ്പൊ നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രൈ പ്രോസസ് ആണ്. ഇപ്പൊ വെറ്റ് പ്രോസസ് നമ്മൾ യൂസ് ചെയ്യാറില്ല, ഔട്ട് ഓഫ് ഡേറ്റ് ആണ് വെറ്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഡ്രൈ പ്രോസസ് ആണ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡ്രൈ പ്രോസസ് ആണ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത്. എന്താ പറയാ, ഓക്കെ. സോ അത് ജസ്റ്റ് ഒന്ന് ഞാൻ ആ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഫ്ലോ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആദ്യം തന്നെ എന്താണ്, നമുക്കറിയാം രണ്ട് ടൈപ്പ് ഓഫ് കോമ്പൗണ്ടാണ് ഉള്ളത്. ഏതാ? കാൽക്കേരിയസ് കോമ്പൗണ്ട് ഉണ്ട്, ആർഗിലേഷ്യസ് കോമ്പൗണ്ട് ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ കാൽക്കേരിയസ് കോമ്പൗണ്ടും ആർഗിലേഷ്യസ് കോമ്പൗണ്ടും സെപ്പറേറ്റ് എടുത്തു, രണ്ടിനെയും ക്രഷ് ചെയ്തു. പിന്നെ ഫൈൻ മറ്റേ ബോൾ മിൽ അല്ലെങ്കിൽ ട്യൂബ് മില്ലിട്ട് ഫൈൻ ഗ്രൈൻഡ് ചെയ്തു. എന്നിട്ട് അത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടും എന്താണ് മിക്സിങ്, അതായത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. രണ്ടും സ്റ്റോറേജ് ചെയ്യുന്ന ചാനൽസ് വഴി ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ദെൻ മിക്സിംഗ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഇൻ കറക്റ്റ് പ്രൊപ്പോർഷൻ. ആൽക്കേരിയസ് കോമ്പൗണ്ടും ആർഗിലേഷ്യസ് കോമ്പൗണ്ടും പ്രോപ്പർ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, പ്രീ ഹീറ്റ് ചെയ്തു. അതായത് പ്രീ ഹീറ്റിംഗ് ഓഫ് ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഈ ഫ്ലോ ചാർട്ട് കാണാലോ അല്ലെ. ഇപ്പൊ പ്രീ ഹീറ്റ് ചെയ്തു എന്തിനു വേണ്ടിയിട്ട്, അറ്റ് 800 ഡിഗ്രി സെൽഷ്യസ്. 800 ഡിഗ്രി സെൽഷ്യസിൽ ഈ ഇൻഗ്രീഡിയൻസ് പ്രീ ഹീറ്റ് ചെയ്തു. എന്തിനു വേണ്ടി വെച്ചാൽ യൂസ് ടു എക്കണോമൈസ് മാനുഫാക്ചർ സിമെന്റ്. അപ്പൊ അത് ഒരു പ്രീ ഹീറ്റിംഗ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കുറച്ചും കൂടെ നമുക്ക് എക്കണോമിക്കലായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ആ ഒരു പ്രോസസ്സ്. ഓക്കെ, അപ്പൊ പ്രീ ഹീറ്റിംഗ് ഓഫ് ഇൻഗ്രീഡിയൻസ് അറ്റ് 800 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ പ്രീ ഹീറ്റിംഗ് ആ ഒരു ടെമ്പറേച്ചർ എപ്പോഴും ഒന്ന് നോക്കി വെക്കണം. കാരണം ടെമ്പറേച്ചർ ഇപ്പൊ അങ്ങനെ സാധാരണ ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതായത് അതുണ്ടാവുന്ന ആ ഒരു ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ പ്രീ ഹീറ്റിംഗ് ഓഫ് ഇൻഗ്രീഡിയൻസ് അറ്റ് 800 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്ത ഇൻഗ്രീഡിയന്റ് നമ്മൾ എന്ത് ചെയ്യും, റോട്ടറി കിന്നിലേക്ക് നമ്മൾ ഫെഡ് ചെയ്യും. റോട്ടറി കിൻ എന്ന് പറയുന്നത് സിമെന്റിന്റെ ബേൺ ചെയ്യാനായിട്ടുള്ള ആ ഒരു കിന്നിനാണ് റോട്ടറി കിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സിമെന്റിനെ ബേണിംഗ് നടത്താനായിട്ട് റോട്ടറി കിൻ ഉപയോഗിക്കും. ഇനി നമ്മൾ ബ്രിക്ക് പഠിക്കുമ്പോൾ ബ്രിക്കിന് വേറൊരു ടൈപ്പ് ഓഫ് കിൻ ആയിരിക്കും, KILN കിൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ടൈലിന് വേറെ ടൈപ്പ് ആണ്. അപ്പൊ എല്ലാം സെപ്പറേറ്റ് ആണ്. അപ്പൊ ഓരോന്നിന്റെയും ആ ഒരു ഏത് ഇതിനകത്താണ് നമ്മൾ ബേൺ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ ഈ പറയുന്ന പ്രീ ഹീറ്റ് ചെയ്ത ഇൻഗ്രീഡിയൻസ് റോട്ടറി കിന്നിലേക്ക് ഇടുന്നു. ആ റോട്ടറി കിന്നിൽ നിന്ന് ക്ലിങ്കേഴ്സ് ഫോം ചെയ്യും. ക്ലിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന സിമെന്റ് ലംസിനാണ് നമ്മൾ ക്ലിങ്കേഴ്സ് വിളിക്കുന്നത്. ആ സിമെന്റ് ലംസിന് നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടെ പൊടിക്കാനായിട്ട് നമ്മൾ ട്യൂബ് മില്ലിലേക്ക് ഇത് ചെയ്യും. ട്യൂബ് മില്ലിൽ നിന്ന് സിമെന്റ് സൈലോസിൽ ഇടും. ട്യൂബ് മില്ല് ആ ഒരു സിമെന്റ് ലംസ് ഒക്കെ എല്ലാം കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ എന്ത് ചെയ്യുന്നു, സിമെന്റ് സൈലോസിലേക്ക് മാറ്റും. പിന്നെ അതിനെ പാക്കേജിംഗ് പ്ലാന്റിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അതാണ് അപ്പൊ ഡ്രൈ പ്രോസസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ ഏറ്റവും ന്യൂ അല്ലെങ്കിൽ മോഡേൺ മെത്തേഡ് എന്ന് പറയുന്നത് ഡ്രൈ പ്രോസസ് ആണ്. ഓക്കെ, അടുത്തത് വെറ്റ് പ്രോസസ് ആണ്. എന്താണ് വെറ്റ് പ്രോസസ് എന്ന് പറയുന്നത്? അപ്പൊ അതിനകത്ത് വേറൊന്നുമല്ല, ഇത് വിൽ ഹാവ് എന്താണ് വെറ്റ് പ്രോസസ് ആസ് നെയിം സജസ്റ്റ് എന്തായിരിക്കും, അതിനകത്ത് എന്താണ് വാട്ടറിന്റെ കണ്ടന്റ് വരും. ഓക്കെ, അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ കാൽക്കേരിയസ് കോമ്പൗണ്ടും ആർഗിലേഷ്യസ് കോമ്പൗണ്ടും എന്താണ് രണ്ടും നമ്മൾ ഈ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. പിന്നെ ആർഗിലേഷ്യസ് കോമ്പൗണ്ടിലേക്ക് നമ്മൾ വാട്ടർ അപ്ലൈ ചെയ്യുന്നു, വാഷ് മില്ലിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് സ്റ്റോർ ചെയ്യുന്നു. കാൽക്കേരിയസ് മെത്തേഡ് നമ്മൾ കാൽക്കേരിയസ് കോമ്പൗണ്ട് എടുത്തിട്ട് ക്രഷ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. രണ്ടും സ്റ്റോറേജ് ഇതിനകത്താണ് ഉള്ളത്. ആ സ്റ്റോറേജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ചാനൽസ് വഴി വെറ്റ് ഗ്രൈൻഡിങ് ഇൻ ട്യൂബ് മിൽ ടു ഫോം സ്ലറി, അതായത് വെറ്റ് ഗ്രൈൻഡിങ്. പിന്നെ അതിനെ രണ്ടിനെയും രണ്ടും നമ്മൾ അതിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് വെറ്റ് ഗ്രൈൻഡിങ് നടത്തുന്നു. അതായത് വാട്ടർ അപ്ലൈ ചെയ്ത് അതൊരു സ്ലറി ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ അത് നമ്മൾ വാട്ടർ അപ്ലൈ ചെയ്തു, രണ്ടും മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താണ്, വെറ്റ് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ്, അതിനെ മിക്സിംഗ് നടത്തി. അടുത്തത് പിന്നെ മിക്സിംഗ് ആണ്, ബ്ലെൻഡിങ് ഓഫ് ദി സ്ലറി ടു കറക്റ്റ് പ്രൊപ്പോർഷനിൽ അതിനെ ബ്ലെൻഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ റോട്ടറി കിന്നിലേക്ക് മാറ്റുന്നത്. ഓക്കെ, റോട്ടറി കിന്നിലേക്ക് മാറ്റി സ്വാഭാവികമായിട്ടും ക്ലിങ്കേഴ്സ് ഫോം ചെയ്യും. പിന്നെ ഫൈൻ ഗ്രൈൻഡ് ഇൻ ട്യൂബ് മിൽസ്, അതിന് ഒന്നുകൂടെ സിമെന്റ് ലംസ് ഫോം ചെയ്തതിനെ ഫൈൻ ഗ്രൈൻഡ് ചെയ്യും. അപ്പോൾ ഈ ഫൈൻ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്താണ് ജിപ്സം ആഡ് ചെയ്യുന്നത്. ജിപ്സം നമ്മൾ കാൽഷ്യം സൾഫേറ്റ് ആഡ് ചെയ്യും. ഇൻ ഓർഡർ ടു അറസ്റ്റ് ദി ഫ്ലാഷ് സെറ്റിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നു, ജിപ്സം ആഡ് ചെയ്യും. ദെൻ സിമെന്റ് സൈലോസ്, ദെൻ ടു പാക്കേജിംഗ് പ്ലാന്റ്. അപ്പൊ അതാണ് ആ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏകദേശം വെറ്റ് ആൻഡ് ഡ്രൈ പ്രോസസ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പഠിച്ചേക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഒരു ഫിഗർ വൈസ് റെപ്രസെന്റ് ചെയ്തേക്കുന്നുള്ളൂ. സെയിം തന്നെ കാര്യങ്ങൾ പറഞ്ഞത് സെയിം തന്നെയാണ്, വേറെ ഒന്നുമല്ല.
കാൽക്കേരിയസ് ആൻഡ് ആൽക്കലൈസ് കോമ്പൗണ്ട് നമ്മൾ സെറ്റ് പ്രോസസ് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി ജസ്റ്റ് അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ റോട്ടറിക്കിൻ. ബേണിംഗ് ഓഫ് ദി സിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ റോട്ടറിക്കിൻ. എല്ലാവർക്കും അറിയാം, അത് തെറ്റില്ല എന്തായാലും അറിയാം. അടുത്ത ടെമ്പറേച്ചർ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇറ്റ്സ് അബൌട്ട് 1400 ഡിഗ്രി സെൽഷ്യസ് ടു 1500 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ബേൺ ചെയ്യേണ്ടത്. ഓക്കെ, ദ ടെമ്പറേച്ചർ ഷുഡ് ബി മെയിൻറ്റെയിൻ is 1400 degrees Celsius to 1500 degrees Celsius. ഇനി സിമെന്റ് ലംസ് ആഫ്റ്റർ ബേണിംഗ് സോൺ. ആഫ്റ്റർ ബേണിംഗ് സോൺ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത് ക്ലിങ്കർ എന്നാണ് വിളിക്കല് അതിനെ. അടുത്ത സിമെന്റ് ലംസ് ആഫ്റ്റർ ഡ്രൈ സോൺ. ഇങ്ങനെ ഡ്രൈ ചെയ്യുമ്പോൾ അതിനെ ന്യൂഡിൽ എന്ന് മാറ്റും. ഓക്കെ, ന്യൂഡിൽ എന്ന് മാറ്റും. അതിന്റെ പേര് ആ ഒരു ടെക്നിക്കൽ ടേം ആണ് പറയുന്നത്. ന്യൂഡിൽ എന്ന ഒരു ടെക്നിക്കൽ ടേം ആയിട്ട് മാറും. അടുത്ത ടെമ്പറേച്ചർ ഓഫ് ക്ലിങ്കർ അറ്റ് ഔട്ട്ലെറ്റ്. ഔട്ട്ലെറ്റിൽ വരുന്ന ആ ഒരു ക്ലിങ്കർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1000 ഡിഗ്രി സെൽഷ്യസ് ആണ്. 1000 ഡിഗ്രി സെൽഷ്യസ്. സോ നമ്മൾ 3 ടെമ്പറേച്ചർ ആണ് അറിഞ്ഞിരിക്കേണ്ടത് സിമെന്റിന്റെ മാനുഫാക്ചറിംഗിൽ. ഫസ്റ്റ് വൺ ഈസ് പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചർ. പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അബൌട്ട് 800 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്തത് ബേണിംഗ് ടെമ്പറേച്ചർ ഇൻ റോട്ടറിക്കിൻ ഈസ് മെയിൻറ്റൈൻഡ് ടു എ ടെമ്പറേച്ചർ ഓഫ് 1400 ഡിഗ്രി സെൽഷ്യസ് ടു 1500 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ആഫ്റ്റർ ഈ പറയുന്ന ടെമ്പറേച്ചർ അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു സിമെന്റ് ലംസ് അതിനെ വിളിക്കുന്ന പേരാണ് സിമെന്റ് ക്ലിങ്കർ എന്ന് വിളിക്കും. ആൻഡ് ഡ്രൈ സോണിൽ വരുമ്പോഴത്തേക്കും അതിനെ നമ്മൾ ന്യൂഡിൽ എന്ന് വിളിക്കും. ദെൻ ടെമ്പറേച്ചർ ഓഫ് ദി ക്ലിങ്കർ അറ്റ് ദി ഔട്ട്ലെറ്റ്. ക്ലിങ്കറിന്റെ ഔട്ട്ലെറ്റിൽ വരുമ്പോഴത്തേക്കും ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1000 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3 ടെമ്പറേച്ചർ 800 ഡിഗ്രി സെൽഷ്യസ് പ്രീ ഹീറ്റിംഗ്, മറ്റേ റോട്ടറിക്കിലുള്ളത് 1400 to 1500, ആൻഡ് ഫൈനലി ടെമ്പറേച്ചർ ഓഫ് ദി ക്ലിങ്കർ 1000 ഡിഗ്രി സെൽഷ്യസ്. സോ അത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. ഫൈനൽ അടുത്ത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടെസ്റ്റിംഗ് ഓഫ് സിമെന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ടെസ്റ്റിംഗ് ഓഫ് സിമെന്റ് എന്ന് പറയുന്നത്? ടെസ്റ്റിംഗ് നമുക്കറിയാം, പല രീതിയിലുള്ള ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഫീൽഡ് ടെസ്റ്റ് ഉണ്ട്, ലാബ് ടെസ്റ്റുകൾ ഉണ്ട്. ഇപ്പൊ സിമെന്റിന് അറിയാലോ, ഇപ്പൊ നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഉപയോഗിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിന്റെ സിമെന്റിന് പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഫൈനസ് നോക്കണം, പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം നോക്കണം, പിന്നെ ഫൈനൽ സെറ്റിംഗ് ടൈം നോക്കണം, സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യണം, പിന്നെ അതിന്റെ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യണം, എക്സെട്ര അങ്ങനെ നീണ്ടു പോവുകയാണ്. ഓക്കെ, സോ ടെസ്റ്റിംഗ് ഓഫ് സിമെന്റിനെ കുറിച്ച് ആദ്യം അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഏത് കോഡാണ്. ഇപ്പൊ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കോഡ് ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, കുറെ കോഡുകൾ ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ IS കോഡ് 4031/1968 അല്ലെങ്കിൽ 1968 ഓർക്കണ്ട, ജസ്റ്റ് IS കോഡ് ഓർത്ത് വെക്കുക. IS കോഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പറയുന്ന IS കോഡ് 4031 എന്ന കോഡാണ് സിമെന്റിന്റെ ടെസ്റ്റിനെ പറ്റി പ്രിസ്ക്രൈബ് ചെയ്യുന്ന കോഡ്. ഓക്കെ, സോ IS കോഡ് 4031 ഡീൽസ് വിത്ത് ടെസ്റ്റിംഗ് ഓഫ് സിമെന്റ്. ഓക്കെ, സോ ഫൈൻ. അപ്പോൾ നമുക്ക് രണ്ടായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ഫീൽഡ് ടെസ്റ്റും, ഒന്ന് ലാബ് ടെസ്റ്റും. ഫീൽഡ് ടെസ്റ്റ് പറഞ്ഞാൽ നമ്മൾ സൈറ്റിൽ നമുക്ക് ചുമ്മാ ചില്ലറ കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്താ ഈ പറയുന്ന ചെറിയ കുറച്ച് എന്താണ് ഒരു ടെക്നിക്സും കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിമെന്റ് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു സൈറ്റിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ സൈറ്റിൽ വെച്ച് ചെയ്യുന്ന ടെസ്റ്റിംഗാണ് ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ലാബ് ടെസ്റ്റ് ആസ് എ നെയിം സജസ്റ്റ് എന്നാണ് ലാബിൽ വെച്ച് ചെയ്യുന്ന ടെസ്റ്റ്. അപ്പോൾ ഈ ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയാ, ഒരു സിമെന്റിന്റെ ഏറ്റവും ഒരു എന്താ പറയാ അതിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്ത്തിനെ തീരുമാനിക്കുന്നത് അതിന്റെ എക്സ്പയറി ഡേറ്റ് ആണ്. അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ ആദ്യം തന്നെ സൈറ്റില് സിമെന്റ് വരുമ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സ്പയറി ഡേറ്റ് എന്നാന്ന് ചെക്ക് ചെയ്യണം. ആ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിമെന്റിന്റെ ക്വാളിറ്റി. അല്ലെങ്കിൽ കാരണം എക്സ്പയറി ഡേറ്റിന്റെ അടുത്ത് വരുന്തോറും സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, അതിനകത്ത് സിമെന്റ് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോർ ചെയ്തേക്കണമെങ്കിൽ പിന്നെ അതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. സോ എക്സ്പയറി ഡേറ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സിമെന്റിൽ. എക്സ്പയറി ഡേറ്റ് വെച്ചിട്ടൊരു കളിയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം സൈറ്റിൽ വരുമ്പോഴത്തേക്കും എക്സ്പയറി ഡേറ്റ് നോക്കാണ്ട് നമ്മൾ ഒരു കാരണവശാലും സിമെന്റ് നമ്മൾ ആ ഒരു ബാഗ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഫസ്റ്റ് തിങ് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഈസ് ദ എക്സ്പയറി ഡേറ്റ് ഓഫ് ദി സിമെന്റ്. ഓക്കെ, അടുത്തത് ഒന്നാമത്തെ ഒരു ഫീൽഡ് ടെസ്റ്റ് പറയാം. അതായത് ഓപ്പൺ ദി ബാഗ് ആൻഡ് ടേക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ദി സിമെന്റ്. സോ ദർ ഷുഡ് നോട്ട് ബി എനി വിസിബിൾ ലംസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ലംസ് ഉണ്ടാവാൻ പാടില്ല, കട്ട പിടിച്ചിരിക്കാൻ പാടില്ല. കട്ട പിടിച്ചിട്ടുണ്ടെന്ന് നടത്തുന്നെങ്കിൽ സ്റ്റോർ ചെയ്തിട്ട് കുറച്ചായില്ലെങ്കിൽ ഇംപ്രോപ്പർ സ്റ്റോറേജ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ സിമെന്റിന്റെ കളർ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് നോട്ട് ഗ്രേ അല്ല, ഇറ്റ്സ് അബൌട്ട് ഇറ്റ് ഈസ് ഗ്രീനിഷ് ഗ്രേ ആണ് സിമെന്റിന്റെ കളർ എന്ന് പറയുന്നത്. ഓക്കെ, സിമെന്റിന്റെ കളർ എന്ന് പറയുന്നത് ഗ്രീനിഷ് ഗ്രേ ആണ്. ഓക്കെ, അടുത്തത്
ട്രസ്റ്റ് യുവർ ഹാൻഡ് ഇൻ സിമെന്റ് ബാഗ് ആൻഡ് ഇറ്റ് മസ്റ്റ് ഗിവ് കൂൾ ഫീലിംഗ്. അതായത് നമ്മുടെ സിമെന്റ് നമ്മുടെ കയ്യിലിടുക, കുറച്ച് കയ്യിലിടുക. അപ്പോൾ എന്താണ്, ഒരു തണുപ്പ് ഫീലിംഗ്, ഒരു കൂൾ ഫീലിംഗ് നമുക്ക് കിട്ടണം, ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടണം. ഓക്കെ, അപ്പോഴും ദർ ഷുഡ് നോട്ട് ബി എനി ലംബ് ഇൻസൈഡ്, ലംബ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ആൻഡ് നമ്മൾ ഇനി എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് ഇങ്ങനെ സിമെന്റ് എടുത്തിട്ട് നമ്മുടെ വിരലിന്റെ ഇടയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഇത് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക, അപ്പൊ ആ ഒരു എന്താണ്, ഒരു എന്താ പറയാ, ഒരു ഫീല് നമുക്കറിയാം, ഒരു ഗ്രിറ്റി ഫീലിംഗ് കിട്ടരുത്, ഒരു സ്മൂത്ത് ഒരു ഇത് കിട്ടണം. ഓക്കെ, നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ ചക്കാൻ പാടില്ല, ഒരു സ്മൂത്ത് ഫീലിംഗ് കിട്ടണം. അതാണ് എന്തെന്ന് പറയുന്നത്, മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അടുത്തത് ടേക്ക് എ ഹാൻഡ് ഫുൾ ഓഫ് സിമെന്റ് ആൻഡ് ത്രോ ഇറ്റ് ഓൺ എ ബക്കറ്റ് ഫുൾ ഓഫ് വാട്ടർ. ദ പാർട്ടിക്കിൾസ് ഷുഡ് ഫ്ലോട്ട് ഫോർ സം ടൈം ബിഫോർ ദ സിങ്ക്. അതായത് കുറച്ച് നേരമെങ്കിലും അത് വാട്ടറിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കണം. അത് മുങ്ങി താഴേന് മുന്നേ കുറച്ച് നേരമെങ്കിലും അതെന്നാണ് ഫ്ലോട്ട് ചെയ്യണം. ദ പാർട്ടിക്കിൾ ഷുഡ് ഫ്ലോട്ട് ഫോർ സം ടൈം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഒരു സിമെന്റിന്റെ ക്വാളിറ്റി ഉള്ള സിമെന്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് വിച്ച് ക്യാൻ ബി ഹെൽഡ് ഇൻ ദി ഫീൽഡ്. അതാണ് ബേസിക്കലി ഇതൊക്കെ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എക്സ്പയറി ഡേറ്റ് നോക്കുക, പിന്നെ ഗ്രീനിഷ് ഗ്രേ ആണ് സിമെന്റിന്റെ കളർ എന്ന് പറയുന്നത്. പിന്നെ സിമെന്റിന്റെ ഒന്ന് കയ്യിലെടുത്ത് നോക്കുക, കൂൾ ഫീലിംഗ് കിട്ടണം. പിന്നെ എന്താണ്, ഒരു സിമെന്റ് എടുത്തിട്ട് കുറച്ച് നമ്മൾ ഫിംഗേഴ്സ് ഫീൽ ബിറ്റ്വീൻ ഫിംഗേഴ്സ് നോക്കുക. അപ്പൊ അത് ഒരു സ്മൂത്ത് എഫക്റ്റ് കിട്ടണം, നോട്ട് എ ഗ്രിറ്റി ഫീലിംഗ്. ആൻഡ് ദെൻ എന്താണ്, ഒരു ബക്കറ്റിലേക്ക് കുറച്ച് സിമെന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഫ്ലോട്ട് ഫോർ സം ടൈം ബിഫോർ ദ സിങ്ക്. ദാറ്റ്സ് ഇറ്റ്. അടുത്ത് നമ്മൾ ലാബ് ടെസ്റ്റിലേക്ക് പോകണം. ലാബ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും ചെയ്തേക്കുന്നതാണ്, നമ്മുടെ ബിടെക് ഡേയ്സിൽ നമ്മൾ ചെയ്തേക്കുന്നതാണ്. എല്ലാ ടെസ്റ്റും നമ്മൾ ചെയ്തേക്കുന്നതാണ്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ഓർത്തെടുക്കുക നമ്മൾ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇവിടെ പ്രധാനം എന്ന് പറയുന്നത്, ഓക്കെ ഫൈൻ, ഇറ്റ്സ് ഫൈൻ, നമുക്ക് ചെയ്യാൻ അറിയാവുന്നെങ്കിൽ ഓക്കെ ഇറ്റ്സ് ഫൈൻ, ഓക്കെ കറക്റ്റ് ആണ്. പക്ഷെ ലാബ് ടെസ്റ്റ് നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആസ് ഫാർ ആസ് ദി PSC ഈസ് കൺസേൺഡ്, PSC ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, ഫൈൻ ഫോർ ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്, ഫോർ വാട്ട് പർപ്പസ്, ഏത് അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നത്, പിന്നെ എന്താണ് നമ്മൾ എടുക്കേണ്ട സിമെന്റ് കണ്ടന്റ് ആണെങ്കിൽ അത് എത്രയാണ്, പിന്നെ എന്താണ് ഫൈനൽ റിസൾട്ട്. ഇത്രയാണ് 4 ക്രൈറ്റീരിയ ആണ് നമ്മുടെ ആസ് ഫാർ ആസ് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, എന്ത് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാനാണ്. 2 അതിന്റെ കണ്ടന്റ്, എത്ര കണ്ടന്റ് നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ പിന്നെ അതിന്റെ യൂണിറ്റ്, പിന്നെ ഏതാണ് അപ്പാരറ്റസ്, ഫൈനൽ റിസൾട്ട് എന്താണ്. ഇത്രയും മതി. ചെയ്യാൻ അറിയണോ അല്ലെങ്കിൽ എങ്ങനെയാണോ അതൊന്നും വേണ്ട. അതൊക്കെ എന്താണ് അറിയാമെങ്കിൽ അത്രയും നല്ലത്, കുറച്ചും കൂടെ ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ടാവും. ദാറ്റ്സ് വൈ. ഓക്കെ, സോ ഈ 4 കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ദെൻ കോഡ് എന്ന് പറഞ്ഞാൽ 1-2 കാര്യങ്ങളിൽ മാത്രമേ നമ്മുടെ ഈ പറയുന്ന ടെസ്റ്റിംഗ് ഓഫ് സിമെന്റിൽ കോഡ് വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ കെമിക്കൽ കോമ്പോസിഷൻ കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, അതിന് വേറെ കോഡാണ്. IS 4031 അല്ല, IS 269 ആണ്. അപ്പൊ അങ്ങനെ ചെറിയ 1-2 ടെസ്റ്റുകളിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഫൈനസ് ടെസ്റ്റ് ആണ്. സോ ഫൈനസ് ഓഫ് ദി സിമെന്റ് ഈസ് ടെസ്റ്റഡ് ഇൻ 2 ways. അതായത് നമുക്ക് 2 രീതിയിൽ നമുക്ക് സിമെന്റിന്റെ ഫൈനസ് കണ്ടുപിടിക്കാം. ഒബ്വിയസ്ലി ഫൈനസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇറ്റ്സ് അബൌട്ട് ദി പാർട്ടിക്കിൾ സൈസ്. പാർട്ടിക്കിൾ സൈസ് ആണ് ഈ പറയുന്ന ഫൈനസ് ഓഫ് സിമെന്റ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ എന്താണ്, സീവിങ്, സിമ്പിൾ. നമുക്കത് ജിയോടെക്കിലാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ ഒരു കോൺക്രീറ്റ് ലാബിലാണെങ്കിലും സീവ് അനാലിസിസ് അല്ലെങ്കിൽ സീവ് ടെസ്റ്റ് നടത്തിയിട്ടാണ് നമ്മൾ ഫൈനസ് കണ്ടുപിടിക്കുന്നത്. സോ ഫൈനസ് നമ്മൾ സീവിങ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ വേറൊരു ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് കൂടി ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ബ്ലെയിൻ എയർ പെർമിയബിലിറ്റി അപ്പാരറ്റസ്. സോ ബ്ലെയിൻ എയർ പെർമിയബിലിറ്റി അപ്പാരറ്റസ് ഈസ് യൂസ്ഡ് ഫോർ ടു ഡിറ്റർമൈൻ ദി ഫൈനസ് ഓഫ് ദി സിമെന്റ്. ആൻഡ് അതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്പെസിഫിക് സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സ്പെസിഫിക് സർഫസ് ഏരിയ ആണ് നമ്മൾ അതിനകത്ത് കണ്ടുപിടിക്കുന്നത്. സോ ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ cm² per gram. അപ്പൊ ഇതിനകത്ത് ബ്ലെയിൻ എയർ പെർമിയബിലിറ്റി അപ്പാരറ്റസ് ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് ഫൈനസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അത് നമുക്ക് കിട്ടുന്നത് സ്പെസിഫിക് സർഫസ് ഏരിയ ആണ്. സ്പെസിഫിക് സർഫസ് ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് cm² per gram. 1 ഗ്രാമിൽ എത്ര cm², അല്ലെങ്കിൽ 1 കിലോഗ്രാമിൽ എത്ര m². ഇതാണ് എന്തെന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രം ബ്ലെയിൻ എയർ പെർമിയബിലിറ്റി അപ്പാരറ്റസ് പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ യൂഷ്വൽ മെത്തേഡ് ബൈ സീവിങ്. സീവിങ്ങിന് ആദ്യം തന്നെ എടുക്കേണ്ടത് നമ്മൾ എന്താണ്, 100 gram ഓഫ് സിമെന്റ് എടുത്തു. ഓക്കെ, ആൻഡ് നമ്മൾ എടുത്തത് IS നമ്പർ 9 നമ്മൾ എടുത്തത്.
ISCU നമ്പർ 9 എന്ന് പറഞ്ഞാൽ 90 മൈക്രോൺസ് ആണ്. 90 മൈക്രോൺസ് ആണ് ISCU നമ്പർ എന്ന് പറയുന്നത്. 90 മൈക്രോൺസ് ആണ്. ഓക്കെ, അതിന്റെ സൈസ്, അതിന്റെ ആ ഒരു എന്താണ് സീവിന്റെ സൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഹോൾ സൈസ് എന്ന് പറയുന്നത് 90 മൈക്രോൺസ് ആണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം 100 ഗ്രാം എടുത്തു, ISCU നമ്പർ 9. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. അടുത്തത് നമ്മളത് ഷെയ്ക്ക് ചെയ്യുന്നു. ഓക്കെ, സീവ് ഷെയ്ക്ക് ചെയ്യുന്നു, ഒരു 15 മിനിറ്റ് ഷെയ്ക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ലെഫ്റ്റ് ചെയ്യുന്ന റെസിഡ്യൂ എത്രയാണെന്നുള്ളത് അത് വെയ് ചെയ്യാം. ഓക്കെ, അങ്ങനെ വെയ് ചെയ്യുമ്പോൾ ദ വെയിറ്റ് ഷാൽ നോട്ട് എക്സീഡ് 10% ഫോർ ദി ഓർഡിനറി സിമെന്റ്. അതായത് അതിനകത്ത് ആ ഒരു റെസിഡ്യൂ, ലെഫ്റ്റ് ചെയ്ത റെസിഡ്യൂ എന്ന് പറയുന്നത് ഒറിജിനൽ നമ്മൾ വെയിറ്റിന്റെ 10% കൂടാൻ പാടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഗ്രാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 10 ഗ്രാമിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, അതിനകത്ത് ലെഫ്റ്റ് ചെയ്യാൻ പാടില്ല, റെസിഡ്യൂ ആയിട്ട് ലെഫ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിമെന്റ് അത്ര നല്ല ഫൈൻ ഇതുള്ള സിമെന്റ് അല്ല എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ അത് എന്താ പറയാ, ഈ പറയുന്ന അപ്പൊ മെയിനായിട്ട് ഓർത്തിക്കുന്ന കാര്യങ്ങൾ 100 ഗ്രാം ISCU നമ്പർ 9, പിന്നെ ഷാൽ നോട്ട് എക്സീഡ് 10% and it is used for the determination of fineness. ഓക്കെ, ഓഫ് സിമെന്റ്. അപ്പൊ സ്യൂ ടെസ്റ്റ് അധികം യൂസ് ചെയ്യാറില്ല എന്ന് പറയാൻ കാര്യം നമുക്കറിയാം. ഇപ്പൊ ഒരു ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ ലാർജ് വോളിയം അല്ലെങ്കിൽ വലിയ വർക്കൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് സ്യൂ ടെസ്റ്റ് അത്രയൊക്കെ ഇത് ചെയ്യാറില്ല. ഓക്കെ, അത് നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ സ്യൂ ടെസ്റ്റ് ഇത്രയേ ഉള്ളൂ. അടുത്തത് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി നമ്മുടെ ആ ഒരു ഈ ഒരു എക്സ്പെരിമെന്റ് വൈസ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡെഫിനേഷൻ ഉണ്ട്. അതല്ലാണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറയാനായിട്ട് എന്താ പറയാ, ആക്ച്വലി സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അത് മീൻ ചെയ്യുന്നൊരു വാട്ടർ കണ്ടന്റ് ആണ്. ഓക്കെ, അതൊരു എന്താ പറയാ ഒരു വാട്ടർ കണ്ടന്റ് ആണ് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ആ സിമെന്റും മോട്ടാറും തമ്മിൽ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇത് വെച്ച് തുടങ്ങാം. സോ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ പറയുന്ന 4 ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഒന്ന് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, 2 ഫൈനൽ സെറ്റിംഗ് ടൈം, അടുത്ത് സൗണ്ട്നെസ് ഓഫ് സിമെന്റ്, നാലാമത് സ്ട്രെങ്ത്. അപ്പൊ ഈ 4 ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി കണ്ടുപിടിക്കുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ആണ്, അതിന് അനുയോജ്യമായ വാട്ടർ കണ്ടന്റ്. ഓക്കെ, അപ്പോൾ ആസ് പെർ ദി എക്സ്പെരിമെന്റ് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി കൺസിസ്റ്റൻസി which will permit a wicket plunger of size 10 mm dia and 50 mm length to penetrate to a depth of 33 to 35 mm from the top of the mold. അതായത് നമ്മളൊരു സിമെന്റ് പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചു. അപ്പൊ ആ സിമെന്റ് പേസ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മളൊരു വിക്കറ്റ് പ്ലഞ്ചർ, അപ്പൊ വിക്കറ്റ് അപ്പാരറ്റസ് ആണ് ചെയ്യുന്നത് കാണുന്നുണ്ട്. നമ്മൾ വിക്കറ്റ് അപ്പാരറ്റസ് ആണ് ചെയ്യുന്നത്. അപ്പൊ വിക്കറ്റ് പ്ലഞ്ചർ എന്ന് പറയുന്ന 10 mm ഡയമീറ്റർ ഉള്ള 50 mm ലെങ്ത് ഉള്ള ഒരു വിക്കറ്റ് പ്ലഞ്ചർ എന്ത് ചെയ്യണം, ഈ സിമെന്റ് പേസ്റ്റിലേക്ക് പെനിട്രേറ്റ് ചെയ്യണം. എന്തോരം പെനിട്രേറ്റ് ചെയ്യണം? 33 to 35 mm ഫ്രം ദി ടോപ്പ് ഓഫ് ദി മോൾഡ്. മോൾഡിന്റെ ടോപ്പിൽ നിന്ന് 33 to 35 mm എന്ത് ചെയ്യണം, ഇത് പെനിട്രേറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇറ്റ്സ് അബൌട്ട് ദി എന്താണ്, അതൊരു വാട്ടർ കണ്ടന്റ് ആണ് പറയുന്നത്. എത്രയാണ് നമുക്ക് വാട്ടർ കണ്ടന്റ് വേണ്ടത്, എത്ര സിമെന്റ് ഈസ് ടു വാട്ടർ റേഷ്യോ എത്രയായിരിക്കണം എന്ന് നമ്മൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ വാട്ടർ സിമെന്റ് റേഷ്യോ എത്രയായിരിക്കണം എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഇതാണ് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ചെയ്യാൻ പറ്റുള്ളൂ, ഫൈനൽ സെറ്റിംഗ് ടൈം ചെയ്യാൻ പറ്റുള്ളൂ, സൗണ്ട്നെസ് ചെയ്യാൻ പറ്റുള്ളൂ, സ്ട്രെങ്ത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ബിഫോർ ഓൾ വി ഹാവ് ടു ഡു ദി സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ടെസ്റ്റ്. അപ്പൊ എത്ര ആ ഒരു എന്താ പറയാ വാട്ടർ കണ്ടന്റ് എത്രയാണ് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു അപ്പാരറ്റസിന് പറയുന്ന പേരാണ് വിക്കറ്റ് അപ്പാരറ്റസ് എന്ന്. അതിനുവേണ്ടി എടുക്കുന്ന സിമെന്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 500 ഗ്രാം ആണ്. പ്ലഞ്ചർ സൈസ് എന്ന് പറയുന്നത് 10 mm ഡയമീറ്റർ, 50 mm ലോങ് ആണ്. ദെൻ ആദ്യം നമ്മൾ ട്രയൽ ആൻഡ് എറർ ആണ്, ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്ന, അറിയാലോ. 30% വാട്ടർ ആഡ് ചെയ്യും, ബൈ വെയിറ്റ് ഓഫ് സിമെന്റ് 30% വാട്ടർ ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ മോൾഡ് പ്ലേസ് ചെയ്യും, പ്ലഞ്ചർ റിലീസ് ചെയ്യും. പ്ലഞ്ചർ റിലീസ് ചെയ്യുമ്പോൾ 33 to 35 mm ഫ്രം ദി ടോപ്പ് ഓഫ് ദി മോൾഡ് താഴോട്ട് പോകുന്നുണ്ടോ നോക്കും. അങ്ങനെ പോകുന്നില്ല എങ്കിൽ വി ഹാവ് ടു ഇൻക്രീസ് ദ വാട്ടർ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ഈ പറയുന്ന പിന്നെ നോക്കും. അങ്ങനെ ഈ നമ്മുടെ ആ ഒരു ക്രൈറ്റീരിയ ആവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യും, അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ,
അപ്പോൾ ദ പ്ലഞ്ചർ ഷുഡ് പെനിട്രേറ്റ് 5 to 7 അവർ രണ്ട് രീതി പറയാം നമുക്ക്. ഒന്നല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദി മോൾഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ബോട്ടം ഓഫ് ദി മോൾഡ് എന്ന് പറയാം. ടോപ്പ് ഓഫ് ദി മോൾഡ് ആണെങ്കിൽ 33 to 35 mm ഫ്രം ദി ടോപ്പ് ഓഫ് ദി മോൾഡ്. ഇനി ബോട്ടം ഓഫ് ദി മോൾഡ് ആണെങ്കിലോ 5 to 7 mm. അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലോ, 5 to 7 mm അല്ലെങ്കിൽ 33 to 35 mm ഫ്രം ദി ടോപ്പ് ഓഫ് ദി മോൾഡ്. അപ്പൊ അതാണ് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും അതുപോലെ തന്നെ. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ആ ഒരു വാട്ടർ ആഡ് ചെയ്തതിനു ശേഷം അത് എന്താണ് ഒരു ഈ പറയുന്ന ഒരു പ്ലാസ്റ്റിക് സ്റ്റേജിലോട്ട് മാറുന്ന ആ ഒരു ടൈം, അതിനാണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ബേസിക്കലി പറഞ്ഞല്ല, നമ്മുടെ വാട്ടർ ആഡ് ചെയ്ത് ഫ്രം ദി മൊമെന്റ് അറ്റ് വിച്ച് ദ വാട്ടർ ആഡ് ടു ദ സിമെന്റ് and it converts to a stage of plastic state. Okay, ഒരു പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് മാറുന്ന ആ ഒരു ഇതിനാണ് നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. സോ അതെന്ന് പറയുന്നത് എന്താണ്? അതും വിക്കറ്റ് അപ്പാരസിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് സിമെന്റ് എടുക്കുന്ന 500 gram തന്നെ. പ്ലഞ്ചറിന്റെ സൈസ് എന്ന് പറയുന്നത് 1 mm സ്ക്വയർ നീഡിലാണ്. 1 mm സ്ക്വയർ നീഡിലാണ് നമ്മൾ എടുക്കുന്നത്. അടുത്തത് പെർസെന്റേജ് ഓഫ് വാട്ടർ ആഡഡ് എന്ന് പറയുന്നത് 0.85, അതായത് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിയുടെ 85% നമ്മൾ എന്തെടുക്കുന്നത്, വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിയുടെ 85% ഓർ 0.85 times ദി സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി വി ആർ ടേക്കിംഗ് ആസ് ദി പെർസെന്റേജ് ഓഫ് വാട്ടർ. അടുത്ത അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ആസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഇനിഷ്യൽ എന്താ പറയാ മറ്റേ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി 33 to 35 mm ഫ്രം ദി ടോപ്പ് ഓഫ് ദി മോൾഡ് ഓർ 5 to 7 mm ഫ്രം ദി ബോട്ടം ഓഫ് ദി മോൾഡ്. അടുത്ത ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ പറയണം. ക്വസ്റ്റ്യനിൽ ഇതിന്റെ ഓപ്ഷൻസിൽ പല രീതിയിലായിരിക്കും. നോട്ട് ലെസ് ദാൻ 30 minutes ഉണ്ട്, ഈക്വൽ ടു 30 minutes ഉണ്ടാവും, ഗ്രേറ്റർ ദാൻ നോട്ട് മോർ ദാൻ 30 minutes ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് ലെസ് ദാൻ 30 minutes ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന്റെ കറക്റ്റ് ആ ഒരു ഉത്തരം എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 30 minutes ആണ്. ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഫോർ ആൻ ഓർഡിനറി സിമെന്റ്. ഓർഡിനറി സിമെന്റ് കേസിൽ നമ്മൾ പറയുന്നത് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഫോർ ആൻ ഓർഡിനറി സിമെന്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 minutes. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 minutes. അങ്ങനെ തന്നെ ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഫൈനൽ സെറ്റിംഗ് ടൈം നമ്മൾ പറയുന്നുണ്ട് നോട്ട് മോർ ദാൻ 10 hours ആണ്. നോട്ട് മോർ ദാൻ 10 hours ആണ് ഫൈനൽ സെറ്റിംഗ് ടൈം പറയുന്നത്. സോ ഫൈനൽ ടെസ്റ്റ് വരുമ്പോഴത്തേക്കും ചെറിയൊരു ഇതൊന്നും വേണ്ട കേട്ടോ, അൺസൗണ്ട്നെസ് ടെസ്റ്റ് ഇതൊന്നും വേണ്ട, അത് മാറിപ്പോയേ, സോറി, അതൊക്കെ മാറിക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇതൊന്നും വേണ്ട, ഇത് മതി. പ്ലഞ്ചർ സൈസ് മതി. പ്ലഞ്ചർ സൈസ് എന്ന് പറഞ്ഞാൽ സർക്കുലർ നീഡിലാണ്. പിന്നെ പെർസെന്റേജ് ഓഫ് വാട്ടർ ആഡ് എന്ന് പറഞ്ഞാൽ 0.78 times ദി സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ആണ്. പിന്നെ എന്താ പറയാ അതിന്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നോട്ട് മോർ ദാൻ 10 hours ആണ്. ഇങ്ങനെ തന്നെ പഠിക്കണം, നോട്ട് മോർ ദാൻ 10 hours, 10 hours കൂടാൻ പാടില്ല ഫൈനൽ സെറ്റിംഗ് ടൈം. പിന്നെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ആ ഒരു സർക്കുലർ നീഡിൽ എന്താണ് പ്ലഞ്ചർ ഈ പറയുന്ന സിമെന്റ് പേസ്റ്റിലേക്ക് ഇറക്കി വെച്ചാലും എന്താണ് അവിടെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദ സർക്കുലർ നീഡിൽ ഫെയിൽസ് ടു ക്രിയേറ്റ് ആൻ ഇംപ്രഷൻ ഓൺ ദി സിമെന്റ് പേസ്റ്റ്. ദ സർക്കുലർ നീഡിൽ fail to create an impression on the cement paste. ഓക്കെ, അതാണ് ബേസിക്കലി ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ന് പറയുന്നത് പിന്നെ പറയാനുള്ള അതിനകത്ത് ഓക്കെ, അപ്പൊ സർക്കുലർ നീഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നോട്ട് മോർ ദാൻ 10 hours ആണ്. ഓക്കെ, അപ്പൊ ഒരു ഓർഡിനറി സിമെന്റിന്റെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്, നോട്ട് മോർ ദാൻ 10 hours. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. Okay, thank you.